ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ആരംഭമേ അട്ടഹാസം. ഗുഡ് മോർണിംഗ്. എല്ലാരും ഇരിക്കേ. എൻ്റെ പേര് ദാമോദരൻ. നിങ്ങളുടെ മലയാളം ഭാഷ ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ പരീക്ഷ പേപ്പറിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റാതെ ടീച്ചർ അപ്പോഴേ ജയിപ്പിച്ചു വിട്ടു. ആർക്കും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്കും മിടുക്കനായിരുന്നു. അതുപോലെ നിങ്ങൾ വലിയ മിടുക്കരായി മാറണം. ശരി, നിങ്ങൾ എല്ലാവരും പഠിച്ച് വലിയ ആൾക്കാരായി എന്ത് ജോലി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ? ആദ്യം നീ തന്നെ പറ. എൻ്റെ പേര് മണിമാരൻ. ഞാൻ പോലീസ് ആകാനാണ് ആഗ്രഹം. അതെന്താ നിനക്ക് പോലീസ് ആകണമെന്ന് ആഗ്രഹം? എൻ്റെ അച്ഛൻ എന്നോട് പോലീസ് ആകാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പോലീസ് ആവുന്നേ. പോലീസ് ആവുന്നത് നല്ല കാര്യമാണ്. ഗവൺമെന്റ് ഇന്ന് മാസം നല്ല ശമ്പളം കിട്ടും. പക്ഷെ കമ്മീഷണറിലെ സുരേഷ് ഗോപിയെ പോലെ സത്യസന്ധനായിരിക്കണം. ഓക്കേ സാർ. ശരി, ഇരുന്നോ. ഇനി നീ പറ. എന്റെ പേര് സാരഥി. ഞാൻ ഭാവിയിൽ പഠിച്ചൊരു ഡോക്ടർ ആവും. അതെന്താ ഡോക്ടർ ആവണമെന്ന് പറയുന്നേ? എന്റെ അച്ഛൻ എന്നോട് ഡോക്ടർ ആവാൻ പറഞ്ഞു, അതുകൊണ്ടാ. എല്ലാവർക്കും നല്ല കുത്തു കൊടുക്കാമല്ലോ അല്ലേ? ശരി, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ പാവപ്പെട്ട ആൾക്കാരുടെ കാശ് വാങ്ങാതെ കുത്തി വെക്കണം കേട്ടോ. ശരി സാർ. ഇരുന്നോ.
ആ ഇനി നീ പറയടാ. എൻ്റെ പേര് സ്വാമിനാഥൻ. ഞാൻ ഡോക്ടർ ആകാൻ പോവാണ്. ഇല്ലല്ല. എഞ്ചിനീയർ ആകാൻ പോവാ. ഇല്ലല്ല. വക്കീലാകാൻ പോവാണ്. ഇല്ല. അയ്യോ എനിക്കറിയില്ല എന്താണെന്ന്. എടാ, ആദ്യം നീ ഫെയിലാകാതെ നോക്ക്. ഓക്കെ സാർ. ഏയ് വേളം വെക്കാതെ. നല്ല ചൂരിൽ പഠിപ്പിച്ച് കുണ്ടിക്ക് നല്ല അടി തരും. ഒരു മനുഷ്യൻ ജീവിതത്തിൽ നല്ല വിജയം നേടാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ അതൊന്നും പറഞ്ഞാലുണ്ടല്ലോ കൊച്ചുകുട്ടിയാന്ന് നോക്കത്തില്ല ഞാൻ. നീ എണ്ണിക്കടാ. എൻ്റെ പേര് ജീവ. ഞാൻ ഭാവിയിൽ പ്രേമിച്ച് കല്യാണം കഴിക്കും. ഏയ്, നീ ആരെയാടാ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നേ? ആ എന്താടാ ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കുമ്പോ നീ മേലോട്ട് നോക്കുന്നോ? പ്രേമിച്ച് കല്യാണം കഴിക്കണം, പ്രേമിച്ച് കല്യാണം കഴിക്കണം, പ്രേമിച്ച് തന്നെ കല്യാണം കഴിക്കണം. എന്താടാ കാക്കയെ നോക്കി നിൽക്കുന്നത്? ഇങ്ങോട്ട് ഉത്തരം പറയണ. എൻ്റെ അച്ഛൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചായിരുന്നു. പക്ഷെ ആ പ്രേമം ഫെയിലിയർ ആയി. അതുകൊണ്ട് എന്നോട് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞിരിക്കുവോ അച്ഛൻ. നിന്റെ അച്ഛന് വാക്ക് കേട്ട് ജീവിച്ചാ നിനക്ക് നല്ലതേ വരുള്ളൂ. അതെ സാർ, എനിക്ക് ഭാവിയിൽ നല്ലതേ വരുള്ളൂ. ഏമാൻ പേടക്കണ്ണാലെ എന്നെ വളച്ച് വീഴ്ത്തിയവൾ ഡൈവടിച്ചടാ, മനസ്സ് ഡൈവടിച്ചടാ. കറണ്ടടിക്കും പുഞ്ചിരിയാൽ എന്നെ മയക്കി വീഴ്ത്തിയവൾ ഉറക്കമില്ലടാ മച്ച, ഉറക്കം പോയടാ. പവർ ഇല്ലടാ പക്ഷെ ബൾബ് തെളിഞ്ഞടാ. ടവർ ഇല്ലെങ്കിലും എനിക്ക് സിഗ്നൽ വരുന്നടാ. ഇങ്കി പിങ്കി പോങ്കി ഒരു ലവ് കിട്ടാൻ വേണ്ടി ആയി ഞാനോ മങ്കി. അങ്ങുമിങ്ങും ചാടി പോകുന്നു ഞാൻ തേടി, പോകാതെ എൻ ദേവി. പ്രേമിക്കാൻ അറിയില്ല എനിക്ക്, ഓ എന്നാലും വേണം അവളെ എനിക്ക്. എനിക്കൊത്ത ജോഡി എവിടെന്ന് തേടി. മോർണിംഗ് ആയാൽ ഞങ്ങൾ ചായക്കടയിൽ വന്ന് സിഗരറ്റ് ഒന്ന് വലിക്കും. മിഡ് നൈറ്റിൽ ഞങ്ങൾ ബാർ തേടി ചെന്ന് ഒരു ബിയർ വാങ്ങിയടിക്കും. ജീൻസും ടോപ്പും ഫേവറേറ്റാ, ഇറക്കം കുറഞ്ഞ ഷോർട്സും അണിഞ്ഞിടും. മാരേജ് ആയാൽ പോലും ഞങ്ങൾ ഏമാൻ പേടക്കണ്ണാലെ എന്നെ വളച്ച് വീഴ്ത്തിയവൾ ഡൈവടിച്ചടാ, മനസ്സ് ഡൈവടിച്ചടാ. കറണ്ടടിക്കും പുഞ്ചിരിയാൽ എന്നെ മയക്കി വീഴ്ത്തിയവൾ ഉറക്കമില്ലടാ മച്ച, ഉറക്കം പോയടാ. പവർ ഇല്ലടാ പക്ഷെ ബൾബ് തെളിഞ്ഞടാ. ടവർ ഇല്ലെങ്കിലും എനിക്ക് സിഗ്നൽ വരുന്നടാ. നീ എന്താ താടിയിൽ തബല വായിച്ചോണ്ടിരിക്കുന്നത്? അല്ല, നിന്റെ ബൊക്കെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നിൽക്കാണ്ട് പോകുന്നു. എന്തോ വയറ്റിന്ന് പോകുന്ന പോലെ പറയുന്നത്. രണ്ടും അങ്ങനെയാ. വാടോ, തനിക്ക് വേണ്ടി എന്തോ ഒരു സമയം വെയിറ്റ് ചെയ്യണ്ടേ.
ഞാൻ 6 മണിക്ക് എത്തിയതാ. രാവിലെ 6 മണി. 6 മണിക്ക് വന്ന് നീ എന്താ 50 പെണ്ണുങ്ങളെ വളച്ചോ? സോറി, 57 പെണ്ണുങ്ങൾ. എല്ലാം 67 വയസ്സ് കഴിഞ്ഞതാ. അതിൽ 2 ആന്റി എങ്കിലും എന്നെ കണ്ട് ചിരിച്ചോ ഇല്ലയോടാ? അങ്കിളുമാരെ കണ്ടിട്ട് ആന്റിമാരെ ചിരിക്കാതെ പിന്നെ ഹൻസിക മനുഷ്കയും ചിരിക്കും. അല്ല ഏതായി കൊടക്കമ്പി? അസിസ്റ്റന്റ്. വെയിലത്ത് എന്റെ തോലൊക്കെ കറുത്തുപോയാ ആന്റിമാർക്ക് ഇഷ്ടമല്ല ഉണ്ടാവും എന്നെ, അതുകൊണ്ടാ. ആന്റിമാർക്ക് തൊലിയല്ല പ്രധാനം, ചുറുചുറുക്കോടെ ഇരിക്കണം, അതാണ് പ്രധാനം. കിളവിമാരെ വളയ്ക്കാനായിട്ട് നിനക്ക് ഗ്ലാമർ ഒരു കീടും. നാളെ കാലത്ത് 6 മണിക്ക് വരണേ. ഹലോ, ഞാൻ അനിരുദ്ധ സംസാരിക്കുന്നത്. പറ ചക്കരേ, ഞാൻ ഓഫീസിലാണ് ഉള്ളത്. അയ്യോ, നീ പറഞ്ഞ അതേ മഞ്ഞ കളർ പാന്റ് മഞ്ഞ കളർ ഷർട്ടായിട്ടേക്കുന്നത്. വൈകിട്ടല്ലേ? ഉറപ്പായിട്ടും മല്ലിപ്പൂവും അലുവയും മേടിച്ചിട്ട് 6 മണിക്ക് ഷാർപ്പായിട്ട് എത്തിയിരിക്കും. വന്നേക്കാം വന്നേക്കാം. നീ ഇവിടെ കിടക്കണ്ട, ഇത് ബെഡല്ല. പെണ്ണും പിള്ളേനെ വന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ്ടായിപ്പോടാ. അങ്ങനെയൊക്കെയാ. ഇല്ല, അവള് ഒന്ന് സ്ട്രിക്റ്റ് ആണ്. അവള് പറഞ്ഞ സമയത്ത് വീട്ടിലോട്ട് പോയില്ലെങ്കിൽ വീട്ടിലോട്ട് അവള് കേട്ടത്തില്ലെന്നേ. നിന്റെ ഭാര്യ നിനക്ക് അത്രയും പേടിയാണോ? എന്റെ വൈഫല്ല, ആ ദുബായ്ക്കാരന്റെ വൈഫാ. കിസ്മിസ് അപ്പാപ്പൻ. ജീവ, ആ പാപ്പന്റെ അടുത്ത് പറഞ്ഞ് 2 ഗിഫ്റ്റ് മേടിക്കടാ. എന്തിനാ ആന്റിക്കും കൊടുക്കാൻ? എടാ, താങ്ക് യു. വലിയ ഗിഫ്റ്റ് വേണേ. ബൈ. എനിക്ക് എന്തിനാ ഈ കോലുമുട്ടായി തന്നിട്ട് പോയത്? നീ ഇനിയും വളർന്നിട്ടില്ലെന്നാ അതിന്റെ അർത്ഥം. നിനക്കെങ്ങനെ കുഴപ്പമില്ല, ഞാൻ ഇത് വെച്ച് എന്ത് കാണിക്കാനാ? എനിക്കൊരു കുഞ്ഞു പോലും ഇല്ലല്ലോ. ദുബായ് ആന്റി ഉണ്ടല്ലോ. എന്നാ റെഡിയാക്കിയാ ഞാൻ. ജീവ, നിന്റെ ഗിഫ്റ്റ് പൊളിച്ചേ, എന്നാ നോക്കാം. ഹായ് മണിമഹൽ. താജ്മഹലാടാ. ആ ക്രിസ്മസ് അപ്പൂവിനെ നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നേ, അതുകൊണ്ടാ താജ്മഹൽ തന്നിട്ട് പോയത്. വാടാ പോ. താജ്മഹൽ പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നേ. അത് ക്രിസ്മസ് അപ്പൂപ്പനൊന്നും അല്ലടാ, പെണ്ണാടാ. അപ്പൊ ക്രിസ്മസ് അമ്മൂമ്മന്ന് പറ. എടാ, അമ്മൂമ്മയല്ലടാ, അടിപൊളി പെണ്ണാടാ അവള്. ഷുഗർ വന്ന കൈയും കാലും ഒക്കെ ചുങ്ങിപ്പോയി കിടക്കുന്ന ഈ പ്രായത്താണോ നീ ഇതൊക്കെ സംസാരിക്കുന്നത്? ഹായ്. എന്തോന്നാ ഈ പിടിച്ച് നിന്റെ പോക്കറ്റിലേക്ക് ഇടുന്നേ? ലവ് സ്റ്റാർട്ടായത്ര. സ്വാഭാവികം. ഇതൊക്കെ വല്ലതും നടക്കൂ? ജീവ, അവളെ ഹൻസികനെ പോലെയാണ് ഉള്ളത്. അതിനും മേലെ. അവളെ ഇവിടെ വെച്ചാ കണ്ടേ? അന്ന് ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ. ജോലിയും കൂലിയും ഇല്ലാത്തവര് ബീച്ചിലും പാർക്കിലൊക്കെ പോയി ഇരിക്കും. ചുമ്മാ ഓവറാക്കാൻ നിക്കണ്ട നീ. വായടക്ക്, നീ പറ മോനെ. പെട്ടെന്ന് എന്റെ മനസ്സിനുള്ളിൽ 1000 പൂമ്പാറ്റകൾ പറന്നതുപോലെ ഒരു സുഖം. എന്താണെന്ന് നോക്കിയപ്പോ എന്റെ ഓപ്പോസിറ്റിൽ ഒരു പെണ്ണ്, ഒരു മലാഖയെ പോലെ എന്റെ മുന്നിൽ വന്ന് നിന്ന് ഒരു താജ്മഹലും കൈ തന്നിട്ട് എന്നെ കണ്ടിട്ട് അവളൊന്ന് ചിരിച്ച്. ഇതുപോലെ തന്നെയാ ഭാരതിരാജന്റെ മകൻ മനോജ് കുമാറിനടുത്ത് ഒരു പെണ്ണ് താജ്മഹൽ കൊടുത്തു. അതിനുശേഷം നാട്ടുകാർ വാടിയെടുത്ത് അവനെ അടിച്ചോടിക്കുക. അത് കഥയാടാ, ഇത് യാഥാർത്ഥ്യമാ. പിന്നെന്താ, അവിടെ തന്നെ ജീവ ക്ലീൻ ബോൾഡായില്ലേ. അപ്പൊ ആ പെണ്ണെ പ്രേമിക്കുന്നു. ലവോ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒറ്റ പ്രസവത്തിൽ ഇരട്ടകളെയും പെറ്റ് അവരിപ്പോ ഊട്ടി കോൺവെന്റിൽ 1ാം ക്ലാസ്സിനെ പഠിക്കുന്നത്. കോൺവെന്റിലേക്ക് പോയി പഠിക്കേ, എന്നിട്ട് കോളേജിലും പൊയ്ക്കോളൂ. കല്യാണം ഞങ്ങൾ നടത്തി തരടാ. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാ. എനിക്കോ ആ ഭാഗ്യമില്ലതായി പോയി. നീയെങ്കിലും സന്തോഷമായിട്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കല്ലേ വരിക? വാ അങ്ങോട്ട്, രസത്തില് വിഷം തരുന്നുണ്ട്. നീ വെക്കുന്ന രസം തന്നെ അങ്ങനെയാ. ഹലോ, ഇത് നിങ്ങളുടെ വീടായിരുന്നോ? Who are you? എന്തു പറ്റി? എന്തിനാ എനിക്ക് ബീച്ചിൽ താജ്മഹലൊക്കെ തന്നിട്ട് ചിരിച്ചിട്ടൊക്കെ പോയില്ലേ? ഒരു പെണ്ണ് നോക്കി ചിരിച്ചാ മതിയല്ലോ, അവളുടെ വീട് അന്വേഷിച്ച് ബൊക്കെ കൊണ്ട് വന്നോളും. ബൊക്കെ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്, മാനേഴ്സ് ഇല്ലേ, ഡീസൻസി ഇല്ലേ? അത് ഞാൻ പറഞ്ഞു വരുന്നത് കേക്ക്. നീ ബൊക്കെ തന്നാലുടനെ ഈന്ന് ചിരിച്ചിട്ട് ഐ ലവ് യു പറയുന്ന പെണ്ണല്ല ഞാൻ. ഞങ്ങൾ വളരെ ഡീസന്റ് ഫാമിലിയാ. ശരി, വഴക്ക് പറഞ്ഞു തീർക്ക്. എന്ത് വഴക്ക് പറഞ്ഞു തീർക്കാൻ? ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിട്ട് നല്ലവനെ പോലെ പോസ് ചെയ്യാ. അത് ഞാൻ പറഞ്ഞു.
ആ അങ്കിൾ. സംഗീത ഒരു ബുക്ക് ഓർഡർ ചെയ്തിരുന്നല്ലോ, അത് വന്നായിരുന്നോ? ബൊക്കെയോ? ഓക്കെ അങ്കിൾ, വാങ്ങി വെച്ചേക്കാം. നിങ്ങളുടെ ഹൗസ് ഓണർ ഉണ്ടല്ലോ, എന്റെ ഫ്രണ്ടിന്റെ കടയിൽ ഒരു ബൊക്ക ഓർഡർ ചെയ്തായിരുന്നു. അത് തരാൻ വന്ന് എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു തെറ്റിദ്ധരിച്ചില്ലേ? സോറി 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 1000 times സോറി. ശരി, അത് വിട്ടേക്ക്, ഞാനത് മറന്നു. അല്ല, ഒരു സുന്ദരി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു നല്ല ചെറുക്കൻ ബൊക്കെയൊക്കെ കൊണ്ടുവന്നാ എല്ലാരും അങ്ങനല്ലേ വിചാരിക്കുള്ളൂ. അത് ഇത് ഭയങ്കര ഓവറായിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞതാ. ഐ എം റിയലി സോറി. ശരി, അത് വിട്ടേക്ക്, നിങ്ങൾ എത്ര സോറി ചോദിക്കും? ആക്ച്വലി തന്നെ വീട്ടിലേക്ക് വിളിച്ച് കോഫി തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. പുറത്തു പോയിരിക്കുക. പെട്ടെന്ന് കേറി വന്നാ വല്ലോ വിചാരിക്കും. കുഴപ്പമില്ല, എനിക്കും സമയമായി. നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ. ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്, മാനേഴ്സ് ഇല്ലേ, ഡീസൻസി ഇല്ലേ? ഇതുപോലത്തെ ഓരോരോ വാക്കുകളും ചുമ്മാ മുത്തു പോലെ എന്ത് അഴകായിട്ട് വഴക്ക് പറഞ്ഞെന്നറിയോ? അമ്മേ, ഇവൻ ഇവിടുന്ന് ചോറ് തന്നെയല്ലേ കഴിക്കാറ്? ആ പെണ്ണ് ഇവനെ നാണം കെടുത്തിട്ട് ഇവൻ കവിത പോലെ പറയുന്നു. ഇവന് നാണം ഇല്ലല്ലോ. അതിനെപ്പറ്റിയാണോടാ നീ പറയുന്നത്? വൃത്തിയുടെ എടാ, എന്റെ മോനേക്കാൾ ഈ വീട്ടിൽ നിന്ന് കൂടുതൽ അടിക്കുന്നത് നീയാടാ. അമ്മേ, വെറുതെ ഇരിക്കെ. എന്തിനാ നല്ല നല്ല മക്കളൊക്കെ വേസ്റ്റ് ചെയ്യുന്നേ? എന്താടാ, അവൻ അങ്ങനെ ഒരു ഫ്ലോയില് പോവില്ലായിരുന്നോ? നീ എന്തിനാ നശിപ്പിക്കുന്നേ? അവൻ എന്തോ സാധിച്ച പോലെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അവളുടെ അടുത്ത് വഴക്കേട്ട നിങ്ങൾ കേട്ടില്ലേ? ആവട്ടെ, നീ പറ മോനെ. പിന്നെ ആ ഹൗസ് ഓണറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സോറി 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 1000 സോറി അങ്ങ് ചോദിച്ചത് എന്തിന്? വല്ല സാരിക്കടയും തുടങ്ങി പറഞ്ഞാൽ ചിരിക്കാതെ. എടാ, നീ പറയുന്നത് കേൾക്കുമ്പോ ശരിക്കും ആ പെങ്കൊച്ചു നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നേ. അതെ, അവൻ എന്റെ മോനാ, പിന്നെ പ്രേമിക്കായിരിക്കോ? അതെല്ലോ, നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ. പൊരിയാത്ത പോപ്കോൺ പോലെയല്ലേ ഇരിക്കുന്നത്. മിണ്ടാതിരിക്കണ കുറഞ്ഞ പൃഥ്വിരാജിന്റെ എന്റെയും ഒരേ സൈസാ. എന്ത്? പിന്നെ ഒക്കെ കുറച്ച് കുറവാന്നേ ഉള്ളൂ. കുറച്ച് കുറവാന്നല്ല, വളരെ കുറവാ. കാലം കെട്ടുപോയി കോലം. എന്ത് പറ്റിയടാ? ഈ ഡോറ് ഞാനിവിടെ കണ്ടില്ല. കണ്ണാടി ഇട്ടാ പോരെ, കാണാൻ പറ്റും. അളിയാ, ഞാൻ ട്രീറ്റ് തരാന്ന് പറഞ്ഞു തോന്നലും ഇവൻ കഴിച്ചിട്ടേ ഇല്ല 3 ദിവസമായിട്ട്. അല്ല, എന്തിനാ ട്രീറ്റ്? ഓഫീസിൽ ഇൻക്രിമെന്റ് കിട്ടിയടാ. സൂപ്പർ അളിയാ. താങ്ക്സ് അളിയാ. അപ്പോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാലേ? എന്ത് വേണേലും ഓർഡർ ചെയ്യാം. 300 രൂപയ്ക്ക് താഴെ. ഒരാൾക്ക് 300 രൂപയ്ക്കുള്ളല്ലേ? 300 രൂപ. എടാ പച്ചക്കാരാ, മറ്റുള്ളവരുടെ കാശാണെങ്കിൽ നീ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓംലെറ്റ് കഴിക്കുമല്ലോ. വിട്രാ, ഓർഡർ ചെയ്യടാ. ഇത് ഓർഡർ ചെയ്താലോ? അത് ഈ ഹോട്ടലിന്റെ പേരാ. അങ്ങോട്ട് നോക്ക്. ഹായ്. ആരാടി? ഫ്രണ്ട്. ഫ്രണ്ടോ അതോ ബോയ് ഫ്രണ്ടോ? ജസ്റ്റ് ഫ്രണ്ട്. കഴിക്കും. ഓക്കെ ഓക്കെ. എന്ത് സുന്ദരിയല്ലടാ. അല്ലായിരുന്നെങ്കിൽ നീ വേണ്ടെന്ന് വെക്കോ? എല്ലാ പെൺകുട്ടികളും തന്നെ സുന്ദരിയായിട്ട് കാണിക്കാൻ കൂടെ ഒരു 4 സുന്ദരി അല്ലാത്തവരെ കൊണ്ടു നടക്കും. ഇവളാണെങ്കിലോ അവളെ വളരെ സുന്ദരിയായിട്ട് കാണിക്കാൻ ഏതോ ആൺകുട്ടിയെ പെൺകുട്ടിയുടെ വേഷമിട്ട് കൂടെ നടത്തുക. ആയിക്കോട്ടെ, എന്നാലും നല്ല റിച്ച് അല്ലേ? ഏതോ റിക്ഷയിൽ വന്ന പോലെ ഉണ്ട്. എന്തിനാടാ? എന്തോന്നാ പേഴ്സിലെന്നോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നല്ല കളർ ഡ്രസ് വിട്ട് ലിപ്സ്റ്റിക്കും പുരട്ടി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ പേഴ്സ് ഉണ്ടാകും, പൈസ ഉണ്ടാവില്ലെന്ന്. പക്ഷെ പൈസ ഇല്ല എന്ന് ഞാൻ വിചാരിച്ചത് പോലും ഇല്ല. എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്താ പോയി നോക്കാം വാ. പെൺകുട്ടിയൊക്കെ പ്രശ്നം വന്നാൽ എല്ലാവരും ഹീറോ ആവുമല്ലോ. ട്രൈ ചെയ്യാം. എന്ത് പറ്റി? ഇയാളെന്താ മുറിച്ചിട്ട പല്ലിയുടെ വാല് പോലെ കളിക്കുന്നത്? എന്റെ പേഴ്സ് എവിടെയോ മിസ്സായി പോയി. ഇയാളാണെ ബില്ല് പേ ചെയ്യാതെ പുറത്തുപോകാൻ പറ്റില്ലെന്നാ പറയുന്നേ. കാർഡ് ഓക്കെ ആണോ? എന്ത് കാർഡായിരുന്നാലും ഓക്കെ. ചുടുകാടാണെങ്കിൽ ഓക്കെ ആണോ? ഇയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെയാ തോന്നുന്നത്. എന്താണോ? വെറുതെ ഇരിക്കടാ. എന്നാ താങ്ക് യു. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ, പ്രിയ, സന്ധ്യ, ശ്രേയ. ഞങ്ങളും ഇവന്റെ ഫ്രണ്ട്സാ. എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ്. ടൈമായി, നമുക്ക് പോവാം. നിക്കടി, ഞാനും വരുന്നു. നിക്കടി. ഓക്കെ എന്നാ പിന്നെ മീറ്റ് ചെയ്യാം. അല്ല, മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ? നാളെ 9741002143. സേവ് ആക്കിയിട്ടുണ്ട്. ബൈ ബൈ. മതി, അവള് വീട്ടിലെത്തി. അല്ല, നിന്റെ കയ്യിൽ ജോബ് കാർഡ് പോലും ഇല്ലല്ലോ, പിന്നെ ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡ്? അത് എന്റെ കാർഡല്ല, തന്റെ കാർഡാ. അതെ, നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയാലോ? ഫ്രണ്ട്സ് ആയിക്കൂടെ? എന്താ? അല്ല, ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. ഫ്രണ്ട്സ് ആവാന്നല്ലേ പറഞ്ഞത്, അതിന് ടച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഡീസന്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്നേ. അങ്ങനെ ഇരിക്കാം. അല്ല, ഇതുവരെ നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് സംഗീത. ഡേറ്റ് ഓഫ് ബർത്ത് 11/11. എന്റെ ഹൈറ്റ് 5.5. ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ്. മകം നക്ഷത്രമാണ് മിഥുന മാസത്തിലെ. മതിയോ? അയ്യോ, പറ്റുന്നില്ല, അത്രയും മതി.
പിന്നെ നിന്റെ പേര് ജീവാന്ന് പറഞ്ഞു. നിന്റെ ജോലി എന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് ജോലിയാ ചെയ്യുന്നേ? മാമ പണിയാണെന്ന് പറഞ്ഞൂടായിരുന്നോ? അല്ല, നിന്റെ മാമ മിലിറ്ററിയിലല്ലേ, അദ്ദേഹത്തിന്റെ ജോലി നിനക്ക് കിട്ടുമെന്ന് പറയാൻ മേലായിരുന്നു എന്ന് ചോദിച്ചതാ. എന്റെ ഈ ബോഡിക്ക് മിലിറ്ററി ജോലിയൊക്കെ സെറ്റ് ആവോടാ. നിനക്ക് മിലിറ്ററി റമ്മേ പറ്റത്തുള്ളൂ, മിലിറ്ററി പണിയൊന്നും പറ്റത്തില്ല. കറക്റ്റ്. അപ്പൊ പിന്നെ എന്റെ അടുത്ത് വന്ന് ജോലിക്ക് ചേർന്നോളൂ. എടാ, നീ ഇവിടത്തെ ജോലിക്കാരനല്ലേ, അല്ലാണ്ട് നീ എങ്ങനെ ഒരാൾക്ക് ജോലി തരുന്നേ? 12,000 രൂപ ശമ്പളം തരാം, ജീവിക്കാനുള്ള വഴി നോക്ക്. അപ്പൊ പെൻഷനൊക്കെ തരുവോ? ഒന്ന് പോടോ. ഈ ചായക്കടക്കാരന്റെ ഒക്കെ അഡ്വൈസ് കേൾക്കേണ്ട അവസ്ഥയാണല്ലോ നിനക്ക്. അതുകൊണ്ടാ പറയുന്നത്, മര്യാദക്ക് എന്റെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്ത് തുലയ്ക്ക്. വേസ്റ്റ് ഡി കുടിക്കാനാണോ? താഴെ ഇട്ടല്ലോ. ക്ലീൻ ഇന്ത്യ. പുതിയ ഷർട്ട്, പുതിയ പാന്റ്, ജോലിയൊക്കെ ആയി. അതും 10,000 രൂപ ശമ്പളത്തില്. അടിച്ചു പൊളിക്കന്നെയാ. അതെ, നാളെ എന്ത് ദിവസാന്നറിയോ? അതെ, ഇതുപോലും എനിക്കറിയില്ലേ. നാളെ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ? ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ശീലം ഉണ്ടോ? നാളെ നോക്കിക്കോ നീ. ശരി, കാണാം. എന്തിനാമ ഇപ്പൊ ഈശ്വരന്റെ ഉണ്ടിയിലൊക്കെ പൊട്ടിച്ചേ? നമ്മുടെ ദൈവല്ലേ, ഒന്നും പറയില്ല. നീ ശമ്പളം വാങ്ങി ഉടനെ നമുക്ക് തിരികെ വെക്കാം. ആ പെങ്കൊച്ചിനെ നല്ല ഹോട്ടലിൽ കൂട്ടിട്ട് പോയി ട്രീറ്റ് കൊടുക്കണം. നീ വെറുതെ തട്ടുകടയെ കൊണ്ടുപോകരുത്. ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന പോലെ കാണിച്ച് അങ്ങനെ നിന്റെ ലവ് അങ്ങ് പറഞ്ഞേക്ക്. പോയിട്ട് വാ, പോയിട്ടോ. തങ്ക കൊടമ. ചേച്ചി, ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ. ആരാടാ തന്നത്? അറിയില്ല. ഇന്ന് രാവിലെ തൊട്ട് സർപ്രൈസുകളുടെ മേളവാ. എന്താന്നറിയില്ല. ചേച്ചി നിർത്ത്. ഹാപ്പി ബർത്ത്ഡേ. ഏയ്, പിടിക്ക്. ആരാടി തന്നത്? അറിയില്ലടി. സ്റ്റോപ്പ്. ലൈസൻസ് ഒക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഇതാരാ തന്നേ? പോ മോളെ പോ. ലൈസൻസ് എടുക്ക്. ഇതാ മോളെ, ജന്മദിനാശംസകൾ. സ്വാമി, ഇതാരാ തന്നത്? അതൊന്നും അറിയില്ല. ഇതാ. അതെ, ഈ ഗിഫ്റ്റ് ആരാ തന്നത്? ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഇതാരാ തന്നേ? ഈവനിങ് ബീച്ചിൽ പോവാ, അപ്പൊ മനസ്സിലാകും. ബീച്ചിലോ? ആരായിരിക്കും? അതെ, ഇത് നിനക്ക് ഓവറായിട്ട് തോന്നില്ലേ? ചുമ്മാ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓ, അപ്പൊ രാവിലെ തൊട്ട് എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എല്ലാം നീയാണോ തന്നത്? യെസ്. എന്തിനാ ഒരേ ദിവസം തന്നെ 20 ഗിഫ്റ്റ് തന്നത്? അല്ല, ലാസ്റ്റ് 20 years ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാത്തിനും കൂടി ചേർത്ത് ഞാൻ ഇപ്പൊ തന്നെ. എക്സ്ക്യൂസ് മീ, ഇത് എന്റെ 21st ബർത്ത്ഡേ. അപ്പോ കല്യാണപ്രായമായെന്നാ പറയുന്നേ? അയ്യടാ. എന്നാ ഈ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ്. നൈസ്. ഇതെന്താ ഗോൾഡ് റിംഗ് ആണോ? പിന്നെ ഇതേ ഡിസൈനിലെ ഡയമണ്ട് റിംഗ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൂപ്പർ ആയിരുന്നേ. ഇറ്റ്സ് ഓക്കെ. ദാ ഇട്ടുതാ. നന്നായിട്ടുണ്ടോ? നൈസ്. ഈ റിംഗിന്റെ ഐഡിയ ആരാ തന്നേ? അതൊരു വലിയ മനുഷ്യനാ, പക്ഷേ ആളിച്ചിരി കുള്ളനാ. നാളെ സംഗീതയുടെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞേ? ആദ്യമായിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. വെറും കൈയോടെ പോകണ്ട. ഈ മോതിരം വിറ്റിട്ട് വേറെ മോതിരം വാങ്ങിച്ചു. അച്ഛാ, ഇത് നിങ്ങളുടെ വെഡിങ് റിംഗാ. അമ്മ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇട്ടതല്ലേ? ഇതെങ്ങനെ വെക്കാനാ? ഞങ്ങളുടെ രണ്ടുപേരുടെ ഓർമ്മയ്ക്കായിട്ട് നീ ഉണ്ടല്ലോ, പിന്നെന്താ. അത് ഇപ്പോഴാ വാടകയും കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ചത്. കുറച്ച് ടൈറ്റാ. ഇതും ടൈറ്റാ. ഇന്ന് ഞാൻ കഷ്ടപ്പെടുത്തുവാണോ അച്ഛാ? ഒന്ന് പോടാ. ഞാൻ ആഗ്രഹിച്ച പോലെ നീ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നാളെ റിംഗ് വാങ്ങി നീ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ കല്യാണം ഉറപ്പിച്ച പോലെയാടാ. ജീവ, നിന്റെ അച്ഛനോട് ഞാൻ താങ്ക്സ് പറഞ്ഞെന്ന് പറയണേ. എന്തിനെ? എന്നെ പറ്റതിനാണോ? അല്ലടാ, റിംഗ് വാങ്ങി തരാൻ പറഞ്ഞേന്. ഓർഡർ പ്ലീസ്. 1 വെജ് ചീസ് കബാബ്, പനീർ ടിക്ക, മിനി കബാബ് പ്ലേറ്റ്, പിന്നെ 1 മസാല ലെമനേഡ്, മസാല ലസ്സി, പിന്നെ ഗുലാബ് ജാം വിത്ത് ഐസ്ക്രീം. മതിയോ?
ആക്ച്വലി ഞാൻ ഡയറ്റിലാണ് ഇപ്പോ. ഡയറ്റ്? സീരിയസ് ആയിട്ട് പറയാ. ഓക്കെ, നീ ഓർഡർ ചെയ്തോ? ആക്ച്വലി ഞാൻ വീട്ടിൽ തന്നെ കഴിച്ചായിരുന്നു. എന്നാലും സാർ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് എങ്ങനെയാ? ഞാനും എൻ്റെ ലവറും കൂടി ഇവിടെയാണ് വന്നത് സാർ. പിന്നെ ബില്ല് കിട്ടാൻ വഴിയില്ല, ഇവിടെ തന്നെ ജോലി കയറി. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്കിവിടെ ജോലി ഇവിടെ ഉണ്ട്. പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു ദിവസം എന്തായാലും മനസ്സിലാവും. അതെ, എന്താ പറയണമെന്ന് പറഞ്ഞിട്ട്? അത് എന്താ ത്രോട്ട് ഇൻഫെക്ഷനാ? അല്ല, എന്റെ ഹാർട്ട് ഇൻഫെക്ഷൻ. നിങ്ങൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇത് ചോദിക്കാനാണോ ഇത്രയും ബിൽഡപ്പ്? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ വല്ലതും തോന്നുകയാണെങ്കിൽ നിന്നോട് പറയാം. ഓക്കെ? എന്താ നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ? അത് പ്രേമമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ലവ് ഫെയിലിയർ ആയെന്നേ. വാവ്, ലവ് ഫെയിലിയറോ? എനിക്ക് ലവ് ഫെയിലിയറിന്റെ സ്റ്റോറീസ് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാ. പ്ലീസ് പ്ലീസ് പറയേ. ഇതിലെന്താ ക്യൂരിയോസിറ്റി? പ്ലീസ് പറയേ. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. എന്താ ഫ്ലാഷ് ബാക്കാ? എങ്ങനെ അളിയ, എത്ര പേര് റോസ വെച്ചിരുന്നാലും ആ റോസെല്ലാം നിന്നെ നോക്കി വെച്ചിരിക്കുന്നത്. ഫോളോ ചെയ്തോ, പിക്കപ്പ് ആവും. കുറപ്പാണെങ്കിലും കറക്റ്റ് ആയിട്ടാ പറയുന്നത്. ഐ ലൈക്ക് ഇറ്റ്. ഇപ്പോഴേ ഫോളോ ചെയ്യാം. എന്നെന്നും പുഞ്ചിരി. ഏഞ്ചൽ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ അഴകാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ അഴകല്ല. പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ആലോചിച്ചിട്ട് പറ. ഹേയ് ഹേയ്, ഹലോ. ഏഞ്ചൽ, എന്നെ പോലത്തെ ചെക്കന്മാരെ കണ്ടാ ഇഷ്ടപ്പെടില്ല. കണ്ട് ഇഷ്ടം തോന്നുള്ളൂ. പക്ഷെ നിന്നെ പോലത്തെ പെണ്ണുങ്ങളെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. എന്നാലും എനിക്ക് നിന്നോട് എന്തുകൊണ്ടാ ഇഷ്ടമെന്നറിയാമോ? ഐ വാണ്ട് ടു മാരി യു. ഹേയ് ഏഞ്ചൽ, നിന്നോടാ പറഞ്ഞു കേട്ടില്ലേ? ആ പെണ്ണ് നിന്നെയല്ല സൈറ്റ് അടിച്ചത്. പിന്നെന്താ ലവ് അക്സെപ്റ്റ് ചെയ്യാത്തെ? എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു. ബ്രദർ ബ്രദർ, നിങ്ങൾ എന്തോരം ഗെറ്റപ്പ് മാറ്റി നിങ്ങളുടെ പ്രേമം ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യില്ല പെണ്ണ്. അതെന്താ ബ്രദർ? കാരണം ആ കൊച്ചിന് കാത് കേൾക്കത്തില്ല. അയ്യോ, അവൾക്ക് കാതില്ലെങ്കിൽ എന്താ? എന്റെ അടുത്ത് നല്ലൊരു മനസ്സുണ്ട്. അത് മാത്രമല്ല, എനിക്ക് നല്ല 2 കാതുണ്ട്. ഒന്ന് എനിക്ക്, ഇനി ഒന്ന് എന്റെ ഏഞ്ചലിന്. എന്നാലും അവള് നിന്റെ പ്രേമം ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അതെന്താ? കാരണം അവൾ ഓൾറെഡി ഒരാളെ ലവ് ചെയ്യുന്നുണ്ട്. എടാ കളർ കൂടി കുട്ടി, വെറുതെ തമാശ പറയരുത്. സത്യമായിട്ട് പറയുന്നേ, അവൾ എന്നെയാണ് ലവ് ചെയ്യുന്നത്. ബ്രദറെ, ഫീൽ ചെയ്യില്ലേ ബ്രദറെ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പറഞ്ഞോളൂ. ഉരുളക്കിഴങ്ങിന് കൈയും കാലും വന്നതുപോലെ എന്നാലും ഉള്ള കോല വന്നിന്റെ. അങ്ങനെ എനിക്കില്ലാത്തത് എന്താ നിനക്കുള്ളത്? ഉണ്ട്. അതുപോലെ തന്നെ കാത് കേൾക്കുന്ന പക്ഷേ. അപ്പൊ തനിക്കും കാത് കേക്കില്ലേ? ഇത് 5000 രൂപയ്ക്ക് മേടിച്ചാ കൺഫേം ആയിട്ട് കേക്കില്ല. ഛേ, എടുത്തിട്. പിന്നെ നിന്നെ ഈ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്നെ കണ്ട് ചിരിക്കുന്നത് അവള്. അതോ, അവള് കണ്ട് ചിരിച്ചിട്ട് പോയത് നിങ്ങളെയല്ല, നിങ്ങളുടെ പിന്നിൽ നിന്ന് എന്നെയാണ്. ഇതുപോലത്തെ ഒരു ലവ് ഫെയിലിയർ സ്റ്റോറി ഞാൻ കേട്ടിട്ടില്ല. മതി നിർത്ത്. എന്തുപറ്റി? അല്ല, നിങ്ങളുടെ ഏരിയ വന്നില്ലേ, ആരെല്ലൊക്കെ കണ്ട ആവശ്യമില്ലാത്ത പ്രശ്നം വരില്ലേ? സാരില്ല, വീടിന്റെ അടുത്തന്നെ ഡ്രോപ്പ് ചെയ്യും. ആരെല്ലൊക്കെ കണ്ട തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെ ആരെങ്കിലും ചോദിച്ചാ നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളാം. ഇതിനൊക്കെ എന്തിനാ ആവശ്യമില്ലാതെ കള്ളം പറയുന്നേ? ഐ ആം റിയലി ഇൻ ലവ് വിത്ത് യു. നിങ്ങൾ വെറുതെ കളിയാക്കാതെ തന്നെ. ജീവ, തുറന്നു പറയാ, ഐ ആം റിയലി ഇൻ ലവ് വിത്ത് യു. സത്യമായിട്ടോ? ഇപ്പഴേലും വിശ്വാസായോ? വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേറെ ഒരു കിസ് തരുമോ? നിന്നെ ചെപ്പടാ.
ഹേ എന്ത് ചൊല്ലി എന്തെല്ലാമോ കാതിൽ ചൊല്ലി എന്ത് ചൊല്ലി കാതോരം നിൻ പ്രേമം ചൊല്ലി ജീവനായി നീയേ എൻ ശ്വാസമായി നീ ഉലകവും നീയേ എൻ കൺമണി നീയേ എടിപ്പെണ്ണേ എടിപ്പെണ്ണേ ഹേ എന്ത് ചൊല്ലി എന്തെല്ലാമോ കാതിൽ ചൊല്ലി എന്ത് ചൊല്ലി കാതോരം നിൻ പ്രേമം ചൊല്ലി. എങ്ങനെ സൂപ്പർ. ഇതുപോലെ 5 പ്രാവശ്യം കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുമോ? ചെയ്താ എനിക്കൊരു കിസ് തരുമോ? ഒരു ഉമ്മയല്ലേ, പൈസ ഒന്നും അല്ലല്ലോ, തരാലോ. അപ്പൊ നീ അതൊരു കിസ്. എന്താ ചുണ്ടിൽ ഉമ്മ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇരവിൽ മയക്കത്തിൽ കൺ തുറന്നു ഞാൻ നിന്റെ ഓർമ്മയിൽ എന്നെ മറന്നിടും. എന്താണ് എനിക്കെന്താണ് എന്ന് അറിയുന്നില്ല ഞാൻ. എൻ കണ്ണോരം നിന്നെ കണ്ടാലേ മനമെങ്ങോ പോയിടും. നിന്നോർമ്മയിലായി പറന്നു ഞാൻ കൺമണിയേ. എടിപ്പെണ്ണേ എടിപ്പെണ്ണേ. ഇതിന് മേലെ ഏണി കയറി വെക്കണം. ഈ സാരി സൂപ്പർ ആയിട്ടുണ്ടല്ലേ? എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കൂ. ജസ്റ്റ് 25,000. ജസ്റ്റ് താങ്ക്സ് ഏട്ടാ. പൈസ വാങ്ങുന്നത് കുഴപ്പമില്ല, കറക്റ്റ് സമയത്തിന് തരണം. കഞ്ചിമുടിയിലായി നെഞ്ചിൽ കൂടുകൂട്ടി നീ ഉള്ളിനുള്ളിലായി ഒരു കവിത എഴുതി നീ. എന്തു ചൊല്ലി നീ എന്തു ചെയ്തു നീ, നിനക്കായി ഞാൻ കാത്തിരുന്നു. ഒരു വാക്കാൽ നീ എന്തു ചെയ്തു നീ, എൻ ജീവനായി മാറി നീ. നിന്നോർമ്മയിലായി പറന്നു ഞാൻ കൺമണിയേ. എടിപ്പെണ്ണേ എടിപ്പെണ്ണേ. ഹേ എന്ത് ചൊല്ലി എന്തെല്ലാമോ കാതിൽ ചൊല്ലി എന്ത് ചൊല്ലി കാതോരം നിൻ പ്രേമം ചൊല്ലി ജീവനായി നീയോ എൻ ശ്വാസമായി നീ ഉലകവും നീയേ എൻ കൺമണി നീയേ. കാലത്തോട്ട് വയറ്റിന് നല്ല ടൈറ്റ്നെസ് ആണ്. ഒരു കപ്പ് ചായ കുടിച്ചാൽ മതി, വയറ് ഫ്രീ ആയിക്കോളും. ഈ ചായക്കടക്കാരൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ചൊവ്വാഗ്രഹത്തിൽ ചായക്കട തുടങ്ങാൻ പോയതാണോ അവൻ? പറയാൻ പറ്റില്ല. മംഗൾയാനും മുന്നേ യൗമാരെ പോലുള്ളവർ അവിടെ പോയി ചായക്കട തുടങ്ങും. അവൻ എവിടെയെങ്കിലും പോട്ടെ, എനിക്കൊന്ന് പോകാനായിട്ടുള്ള വഴി പറ. നീ പേടിക്കണ്ട, പുറത്ത് പോകാനുള്ളത് ഞാൻ അകത്ത് പോയിട്ട് റെഡിയാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ചാൽ നിനക്ക് എങ്ങനെയാ പോകുന്നതെന്ന് നോക്കിക്കോ. അകത്ത് പോയി എന്ത് ചെയ്യാനാ? എന്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചാൽ ക്ലിയർ ആയിക്കോളും. പെട്ടെന്ന് ഇന്നാ സ്പെഷ്യൽ ടീ. ഇതാ വേണ്ട. ഓക്കെ, ചിയേഴ്സ്. എടോ, താനെന്താ കട പബ്ലിക് ടോയ്ലറ്റ് പോലെ തുറന്നു വെച്ചങ്ങ് പോയേ? താനിട്ട ചായ കുടിക്കാൻ പറ്റാതെ അവൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് അറിയോ? അവസാനം ഞാൻ തന്നെ ഇട്ട് കൊടുത്തു. അയാളുടെ ചായക്കാൾ നിന്റെ ചായ നല്ല രസമുണ്ടാ. അല്ല, ഞാൻ പാൽ ഇപ്പോഴാണല്ലോ മേടിച്ചോണ്ട് വരുന്നത്, പിന്നെ എങ്ങനെ ചായ ഇട്ടെ? താനിവിടെ ഒഴിച്ചു വെച്ചിരുന്നല്ലോ, അത് ചൂടാക്കി കൊടുത്തു. അത് ചായ അല്ല, ചായ കഴിക്കാൻ വെള്ളമാ. എന്റെ മുഖത്ത് തുപ്പോടോ നീ. നിന്നെ ഞാൻ ഉഴുന്നോടെ കൊണ്ട് എറിഞ്ഞപ്പോ അയാളുടെ തല പൊട്ടിയല്ലോ. പരിപ്പോടെ കൊണ്ടെങ്ങാനും എറിഞ്ഞിരുന്നെങ്കിൽ ഇത് കൊലക്കേസായനെ. അവനെ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയാണല്ലോ, തലിക്കൊന്നോളെ ഞാൻ. ഓ, അവളടാ ഒരു മിസ് കോൾ നിന്ന്. അവള് മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും മിസ് കോൾ മാത്രമേ അടിക്കൂ. ശരി, ലൗഡ് സ്പീക്കർ ഇടാം. കേൾക്കുന്നോ? എല്ലാരും കേൾക്കുക. ഇതെന്താടാ റിമീറ്റമ്മയുടെ വോയിസോ? പറയുമ്പോ അവൻ കേൾക്കില്ല, നീ ഇട്. ഹായ് ജീവ, എവിടെയാ ഇപ്പോ? ഞാനിവിടെ മുത്തേ ഓഫീസില്. ഇന്ന് എന്ത് ദിവസാന്നറിയോ? എന്റെ അമ്മായി ഒളിച്ചോടിയ ദിവസം. വാ മൂടാ. അറിഞ്ഞൂടെ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇന്ന് നിന്റെ സാലറി ഡേ ആണ്. ഓ, സാലറി ഡേ ആയിരുന്നോ? അതൊക്കെ ഞാൻ ഓർമ്മ വെക്കാറൊന്നും ഇല്ല. കിട്ടിയാലല്ലേ. ആരാ അവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അത് ഈ ജോലിയും കൂലിയില്ലാത്തവരെ. ഇന്ന് വൈകുന്നേരം ഞാനും നീയും കൂടി ഐനോക്സിലെ സിനിമ കാണാൻ പോവാട്ടോ. സിനിമയ്ക്കോ? അയ്യോ, എനിക്കിന്ന് ഓഫീസിൽ ഒരു മുഖ്യമായ മീറ്റിംഗ് ഉണ്ട്. അതൊന്നും എനിക്ക് അറിയണ്ട. വൈകുന്നേരം നീ വരും, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഹേയ് സംഗീ. തുടക്കത്തിൽ എല്ലാ പെൺകുട്ടികളും സിനിമാ തിയേറ്ററിലേക്ക് തന്നെയാ വിളിക്കുക. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൽ പോകേണ്ട അവസ്ഥയാവും. 100% സത്യമാ.
കടുകിട്ട് വറുത്തൊരു കടക്കണ്ണും അടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ല മിടുക്കി പെണ്ണെ തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ആഹാ വരണം മിസ്റ്റർ വരണം. പിന്നെ സാർ ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ, പേര് അനിരുദ്ധ്. ഞങ്ങളൊക്കെ ഷോർട്ടായിട്ട് ആന്റിവൈറസ് എന്നാ വിളിക്കാറ്. കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആണോ? വളയ്ക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആന്റിമാരെ. അപ്പോ തന്റെ നമ്പർ എനിക്ക് വേണം. പിന്നെ അളിയ ഇത് ഞങ്ങളുടെ ബോസ്, പേര് ദണ്ഡായുധപാണി. അപ്പൊ ഷോർട്ടാകുമ്പോ ഈ തണ്ടെന്നൊക്കെ കോമഡി എന്ന പേരിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, നിങ്ങൾ ചിരിച്ചു കൊടുക്കുക. എന്താ ജീവ, എന്തിനാ ട്രീറ്റ്? അല്ല സാറേ, എനിക്ക് നിങ്ങൾ കാരണല്ലേ ജോലി കിട്ടിയത്. അതുകൊണ്ട് ആദ്യത്തെ ശമ്പളം വന്ന ഉടനെ നിങ്ങൾക്കൊരു ട്രീറ്റ്. എന്തിനാണോ ഈ ഫോർമാലിറ്റീസ്? അപ്പൊ വേണ്ടേ, എന്നാ പിന്നെ പോയേക്കാം. ഇരിക്കുന്ന എന്തായാലും വന്നല്ലേ നമ്മളിവിടെ. ഒരേ ഒരു ഡൗട്ട്, ഒരു ബോട്ടിലും ഒരു ഗ്ലാസ്. അപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? നിങ്ങളുടെ മുന്നിൽ വെച്ച് കുടിക്കുന്നത് അത്രയും മര്യാദയുള്ള കാര്യമല്ലല്ലോ. വെള്ളം അടിക്കാൻ വന്നാൽ എല്ലാരും സെയിമാ. ഈ ബഹുമാനമൊക്കെ മനസ്സിനകത്ത് മതി. സൂപ്പർ ദണ്ഡപാണി. ഒരു 3 ഗ്ലാസ് കൊണ്ടുവന്നേ. വാ പെട്ടെന്ന്. എങ്ങനെയുണ്ട്? എന്നാലും എല്ലാരും ഒരുമിച്ചിരുന്ന് കുടിക്കാൻ പോവല്ലേ? ഒഴിക്കളിയാ. കോഴിയുടെ കഴുത്തൊക്കെ തിരിക്കുന്നതാണല്ലോ തിരിക്കുന്നത്. കുടിച്ചിട്ട് തന്റെ കഴുത്തിന് പിടിക്കാം. സൂപ്പർ സൂപ്പർ. നടക്കി വെക്കി. വെള്ളം ഒഴിക്ക് വേഗം. ഒരു മിനിറ്റ് സാർ. മദ്യപിക്കുമ്പോ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ട് കുടിച്ചാ കിക്ക് നല്ലോണം കൂടും. ഞങ്ങളെക്കാളും വയസ്സിന് മൂത്ത ആളല്ലേ, ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണെന്ന് തോന്നുന്നു. എല്ലാം ഓരോന്നോരോന്നായിട്ടങ്ങ് പറഞ്ഞോട്ടെ. അതായത് 1972 ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്ത് സാധനം വെച്ചാൽ മതി, അതിന്റെ സൈഡ് ഡിഷാണ് നിന്റെ അപ്പനാണ് വെക്കുന്നത്. എടുത്തോണ്ട് വാടാ. ചുമ്മാ കൊണന്ന് സംസാരിച്ചോണ്ടിരിക്കുക. എത്ര നേരമായി. നിങ്ങൾ ആരംഭിച്ചോ? നിക്ക് അങ്ങനെ കുടിക്കാൻ തുടങ്ങല്ലേ. അതെന്തായി അത് പറഞ്ഞേ. ഈ 1972, അതായത് 1900. ഫോൺ കട്ടി. ഇമ്പോർട്ടന്റ് കഥയല്ലേ അയാൾ പറഞ്ഞോണ്ടിരിക്കുന്നേ. കട്ടിയടാ. നിങ്ങൾ ആരംഭിച്ചോ? ഒരു മിനിറ്റ്. എപ്പോഴും ഇങ്ങനെ കുടിക്കണം എന്ന് മാത്രം ചിന്തിക്കല്ലേ. തന്റെ അനുഭവമൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ വീണ് ചിരിക്കണം. വേഗം പറ. 1972, അതായത് 1972 ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോ അച്ചാർ കൊണ്ടുപോടാ. ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. അച്ചാറിനെ പോലെ ഒരു ടച്ചിങ്സ് ഈ ലോകത്ത് വേറെ ഇല്ല. ഒറ്റ തവണ തൊട്ട് നോക്കി ഒരു ഫുൾ തന്നെ കുടിച്ചു തീർക്കാം. ഒരു മിനിറ്റ്. ഈ 1972, 1970 ഒരു ഇമ്പോർട്ടന്റ് ഫോൺ കോൾ. എടാ ഇൻട്രസ്റ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഇനി ഫോണേ വരാൻ പറ്റില്ല, സ്വിച്ച് ഓഫ്. സർ ഗ്യാപ്പിൽ അടിച്ചോ? പറ സാറേ. ഇങ്ങോട്ട് നോക്ക്. ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി പോലും നാക്കി തൊട്ടില്ലല്ലോ. ഇത് ന്യായമാണോ? ഈ ബാറിൽ വാസ്തു ശരിയല്ല, ഒരേ പ്രശ്നങ്ങൾ തന്നെ. അടുത്ത മാസം നമ്മൾ ഹൈദരാബാദ് പോകുന്നുണ്ടല്ലോ, അവിടെ വന്ന് എന്റെ മുഴുവൻ കഥയും ഞാൻ അപ്പ പറയാം. ട്രീറ്റ് സൂപ്പർ. ഇവനൊക്കെ വിളിച്ചപ്പോ വന്ന് എന്നെ വേണം പറയാൻ. എന്റെ ഫോണ് അളിയാ. In 1972, 1972. ഓക്കേ. സോറി ഒരു 1000 ടൈംസ് സോറി. സംഗീത, ഞാൻ പറയുന്നത് കേൾക്ക. നിന്റെ അടുത്തൊന്നും എനിക്ക് ഒരു സോറിയും കേൾക്കണ്ട. സംഗീത, ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ്, അതാ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ. അപ്പൊ നിനക്ക് ഓഫീസ് ഇമ്പോർട്ടന്റ്, ഞാനല്ല ഇമ്പോർട്ടന്റ്. പിന്നെ എന്തിനാ എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓഫീസിനെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നോ. സംഗീത പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. ചുമ്മാ എന്നെ ശല്യം ചെയ്യാതെ. സംഗീത പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. ഓട്ടോ. ഹായ്. ഈ ഡ്രസ്സില് നീ വളരെ സുന്ദരിയായിട്ടുണ്ട്. എന്ത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നേ? നല്ല മണമുണ്ടല്ലോ. മാനേഴ്സ് ഇല്ലേ, ഡീസൻസി ഇല്ലേ? നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഞങ്ങൾ ഡീസന്റ് ഫാമിലിയിൽ നിന്ന് വരുന്നവരാ. ചെയ്തില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതെനിക്ക് അറിയാവുന്ന കൊച്ചാ. എല്ലാം അറിയോന്നോ? എന്റെ മുന്നിൽ വെച്ച് എന്റെ പെണ്ണിന് ഉമ്മ കൊടുക്കുമല്ലേ? ഞാൻ ആരെന്നറിയോ? നിന്നോണ്ടല്ലോ നാട്ടു റോഡിലെ റൗഡിയെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നേ. നിന്നെ ഒരുത്തും കുറഞ്ഞോണ്ടും അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരിക്കണം. ഷെയർ ഓട്ടോയാ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരും. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ മനസ്സിലാക്ക് ജീവ. അങ്ങനെ ആരെയും തൊടാതെയൊക്കെ പോണെന്നുണ്ടെങ്കിൽ തനിച്ച് സ്കൂട്ടറിൽ പോകേണ്ടി വരും. സ്കൂട്ടറിൽ പോണല്ലേ?
ചൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോളം തുള്ളും താളം. ഹേ വീരം പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഉന്നം മറന്ന തെന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് അങ്ങോട്ട് കുടിക്കടാ. ആ പാട്ട് കട്ട്. പിന്നെ എന്തേത്ര പെട്ടെന്ന് ഇത്ര സ്നേഹം കാണിക്കുന്നേ? നീ ആരടാ? എന്റെ മുത്താടാ, എന്റെ ചെങ്ങായിയാടാ, എന്റെ സ്നേഹിതനാടാ. മൂന്നൊന്നും തന്നെയാടാ. ആദ്യം ചിക്കൻ ഓർഡർ ചെയ്യടാ. ഡാ ഇന്ന് ചൊവ്വാഴ്ചയാ, ഇന്ന് ചിക്കൻ ഒന്നും കഴിക്കാൻ പാടില്ല. കലണ്ടറിൽ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് കണ്ടില്ലല്ലോ. അതിരിക്കട്ടെ, ഞാൻ എന്ത് ചോദിച്ചാലും ചെയ്യുമ്പോ നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഒഴികെ ഈ ശരീരത്തിലുള്ള എല്ലാ സ്പെയർ പാർട്സും ഞാൻ തരുവടാ. ആ വൃത്തിയോടൊക്കെ എനിക്കൊന്നും വേണ്ട. വിശ്വാസല്ലേ? നിക്കടാ, ഇടോ ഇങ്ങോട്ട് വന്നേ. നിനക്ക് വേണ്ടി കണ്ടാമൃഗത്തിന്റെ മോന്ത കിട്ടി ഞാൻ അടിക്കട്ടെ. ഇത് ഓൾറെഡി ചായക്കട വെച്ച് നീ എറിഞ്ഞുടച്ച മോന്ത. പോയിക്കോ. എന്താടാ നിനക്ക് ഇനിയും വിശ്വാസമില്ലേ? വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് ജയിലിൽ പോട്ടെ. ഒരു റൗണ്ട് തന്നെ പിച്ചും പേയും പറയണോടാ. ഓ അത് പോസിബിൾ അല്ല അല്ലേ? ഡാ നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഈ തല പണയം വെക്കാടാ. ഈ നാറ്റം പിടിച്ച തല ഒന്ന് കുനിഞ്ഞപ്പോഴേക്കും നീ മാല അഴിച്ചോ? അല്ല, ഒരാഴ്ചയായിട്ട് അവിടെ എനിക്ക് സ്കൂട്ടി വേണം ചോദിക്കുവായിരുന്നു. വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അത് നന്നായിരിക്കത്തില്ലല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു വന്നേക്കാം കേട്ടോ. സ്കൂട്ടിയോ? യു നോട്ടി. ഈ ചെയിന് എടാ മഹാബാബി, നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയല്ലോടാ. ഗോൾഡ് റിംഗ് ആണോടാ? കവറിംഗ് ആടാ. എന്തിനാ, വണ്ടിക്ക് പെട്രോൾ അടിക്കാനാണോ? ശരി വാ പോവാ. കൂട്ടർക്ക് ഇത്ര നേരം പൂജ ചെയ്യൂ? ലോറി എങ്ങനെ ആയിരുന്നെങ്കിൽ 2 ദിവസം നീണ്ടനെ. ആ തൊഴുതോളൂ. അതേ ഒരു കാര്യമുണ്ട്, ഈ ക്ഷേത്രം വളരെ ആശുള്ള ക്ഷേത്രമാ. എത്രയും പെട്ടെന്ന് നിങ്ങൾ കാറ് വാങ്ങും. അതെ, ഇദ്ദേഹം ഇവിടെ ദിവസം വരാറുള്ളതാ. അതും TVS സ്കൂട്ടി. എന്റെ വാക്ക് മറക്കണ്ട, കാറ് വാങ്ങും. മുരുക, ആര് വേണമെങ്കിലും കാർ വാങ്ങിക്കോട്ടെ, പക്ഷെ ഇവൻ ഒരിക്കലും വാങ്ങാൻ പാടില്ല. മാലയിടറാ, വേഗം ഇടടാ, വണ്ടിക്കിടടാ. ഓ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് മാലയിടും. ഞാനെന്താ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുവാണോ? പ്രാർത്ഥിച്ചിട്ട് മാലയിടാൻ നിങ്ങൾ നന്നായിട്ട് വരും. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, മൂടി കൊഴിയെന്ന് കരുതി ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നത്, കണ്ണൊഴികെ ബാക്കിയെല്ലാം മൂടിക്കെട്ടിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആയുസിന് പ്രാധാന്യം കൊടുത്ത് ഓടിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. സംസാരിക്കുന്നോട് പറഞ്ഞു വിട്. എന്താ ഒരു സ്വകാര്യം? അല്ല, ഒറ്റയ്ക്ക് റൗണ്ട് പോകാൻ പറ്റുമെന്നാ ചോദിച്ചു. എന്നാ ചായ കൊടുത്ത് പറഞ്ഞേക്കില്ല. എന്റെ കൂടെ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് അങ്ങ് പോണം. അതെ കളയാ. പിന്നെ പോകുന്ന വഴിക്ക് എനിക്കൊരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തു. അതും ഞാൻ ചെയ്യണം. എന്നാ പിന്നെ കാണാവടാ. വണ്ടി നല്ല രീതിക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് സ്റ്റാർട്ട് ആവട്ടെ. ഇരിക്കടാ. ബൈ ചേട്ടാ. എന്താ ഞാനും കയറട്ടെ? അല്ലല്ല, ഇരിക്കാൻ പറഞ്ഞല്ല, ഒറ്റയ്ക്ക് പോയില്ലേ, കഴിച്ചോണ്ട് പോയിക്കോളാൻ. ബൈ. 5 പവന്റെ ചെയിന് കൊടുത്ത് എനിക്ക് അവസാനം 1/2 മുറി തേങ്ങ. അയ്യോ പാവാണേ, എന്തെങ്കിലും തരണേ. എന്നാ വാ, തന്റെ കയ്യിൽ ഡ്രസ്സർ ഒന്നും എക്സ്ട്രാ കാണോ? അതും തോന്നുന്നു. തന്റെ കൂടെ എനിക്കും വന്നിരിക്കാനാ. വണ്ടി ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ വണ്ടി വാങ്ങിച്ചു തരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷം തോന്നുന്നു. ഉയിരിന്നുയിരേ കൺമണി, വാനിൽ അഴകേ പെൺമണി, നെഞ്ചിൽ നിന്നെ ചേർത്തിടാമെൻ ജീവനേ. ഉയിരിന്നുയിരേ കൺമണി, വാനിൽ അഴകേ പെൺമണി, നെഞ്ചിൽ നിന്നെ ചേർത്തിടാമെൻ ജീവനേ. ഇനി നീയേ എൻ നെഞ്ചം കവർന്നവൾ, പ്രേമം പുതുപ്രേമം ആ ഞൊടിയിൽ കണ്ടു ഞാൻ. നിൻമിഴികളോ കണ്ടു ഞാൻ, ഊമയായി നിന്നു ഞാൻ, പഞ്ചഭൂതങ്ങൾ പ്രേമത്തിൽ അലിയവേ. നിൻ മൗനമോ കലയാകും, നിന്നോട്ടവും കുളിരാകും, എൻ വാനിലായി പൂക്കളും വിരിയവേ.
ഇരവിൽ പകലിൽ നിന്നെ തേടി ഞാൻ, ഉയിരിൻ പൂവം നിന്നെ ചൂടി ഞാൻ, നിഴലും മതിയും പോൽ താങ്ങിടും എൻ തോഴിയേ. ഇനി നീയേ, ഇനി നീയേ എൻ നെഞ്ചം കവർന്നവൾ, പ്രേമം പുതു പ്രേമം ആ ഞൊടിയിൽ കണ്ടു ഞാൻ. എന്നുയിരിനുയിരായി നീ, തീയായി കുളിരായി എൻ കള്ളക്കണ്ണനായി നീ, പ്രേമപ്പൂക്കൾ നെഞ്ചിലായി എന്നും എന്നും തന്നു നീ, എന്നിൽ നിന്നെ തേടി ഞാൻ എന്നുയിരേ. ഇതു പ്രേമമോഹ കനവിൻ തോട്ടമോ? ഉയിരിനുയിരേ കൺമണി, വാനിലഴകേ പെൺമണി, നെഞ്ചിൽ നിന്നെ ചേർത്തിടാം എൻ ജീവനേ. ഇനി നീയേ, ഇനി നീയേ എൻ നെഞ്ചം കവർന്നവൾ, പ്രേമം പുതു പ്രേമം ആ ഞൊടിയിൽ കണ്ടു ഞാൻ. ഉറപ്പായിട്ടും പോണോ? ജസ്റ്റ് 1 month അല്ലേ, ഞാൻ വേഗം വന്നോളാം. 30 days നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും? എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റുമെന്നാണോ? വേറെ എന്ത് ചെയ്യാനാ? പോയാലല്ലേ ജോബിൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടൂ, സാലറി ഇൻക്രീസ് ചെയ്യത്തുള്ളൂ, വർക്ക് പെർമനന്റ് ആകത്തുള്ളൂ. അപ്പോഴല്ലേ നമ്മൾ വിചാരിച്ചതുപോലെ കല്യാണം കഴിച്ച് മറ്റതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോൺ ചെയ്യണം, മര്യാദയ്ക്ക് സമയത്തിന് ആഹാരം കഴിക്കണം. പിന്നെ നീ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം. ഓക്കേ ഡാളിയോ, പറയടാ, വരുവാടാ. ഓക്കെ ബൈ. ട്രെയിനിന് സമയം, ഞാൻ പോവാ. പോയിട്ട് എനിക്ക് ഫോൺ ചെയ്യണേ. തീർച്ചയായിട്ടും പോയിട്ട് വരാവേ. ജീവ, എന്താ? അടുത്തോട്ട് വാ. കൊച്ചു പിള്ളേരൊക്കെ കാണുവാ. നോക്കട്ടെ, ആര് കണ്ട എനിക്കെന്താ? എന്റെ ചെറുക്കന് ഞാൻ ഉമ്മ കൊടുത്തു. മതിയോ? ഇത് 1 മാസത്തേക്കുള്ളതാ. ഇപ്പൊ പോ. പോയിട്ട് വരാം. ബൈ. ആ നോട്ട്സ് ഇല്ല, ഈ നോട്ട്സ് ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കര ടോർച്ചറാ. ഹേയ് ജീവ, എന്താ ഇവിടെ? സംഗീതയെ കണ്ടായിരുന്നോ? അവള് കോളേജിലോട്ട് വന്നിട്ട് 1 മാസമായി. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഫോൺ ചെയ്ത് നോക്കിയോ? സ്വിച്ച് ഓഫ് ആയിട്ടാ വരുന്നേ. അതെ, വെള്ളം വേണം. സംഗീത, സംഗീത. ആരെയാ കാണേണ്ടത്? സംഗീത. അവര് വീട് ഒഴിഞ്ഞു പോയല്ലോ. എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന് അറിയാമോ? സോറി, അറിയത്തില്ല. ജീവ, നീ എൻ്റെ കൂടെ എന്നും എപ്പോഴും ഉണ്ടാവില്ലേ? നീ ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എടോ എടോ, നിങ്ങളുടെ ഫോൺ അടിക്കുന്നു. ഹലോ, അതെ, നിങ്ങളുടെ ഫ്രണ്ട് ബാർ വന്ന് വെള്ളം അടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുക. പെട്ടെന്ന് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും. ശരി. ജീവ, എഴുന്നേക്കടാ. ജീവ, പോയിട്ട് സോഡ വാങ്ങിട്ട് വാടാ.
എടാ അളിയാ ഒന്ന് എഴുന്നേക്കടാ. നിനക്കെന്താടാ വട്ടായോ? എന്താ സംഭവിച്ചേ? വട്ടാണ് പിടിച്ചേ. അവളെ കണ്ട് 3 മാസമായടാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ചത്തുപോയി കളയടാ ഞാൻ. എന്തൊക്കെയാ പറയുന്നു നീ? എന്റെ കൂടെ സംസാരിക്കാതെ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ലടാ. എന്നെ വിടാളിയാ. അവളുടെ കാര്യം ആലോചിച്ച് എനിക്ക് പേടിയാവുന്നടാ. എടാ അവൾക്കൊന്നും സംഭവിക്കില്ലടാ. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ? ഇതാ നോക്കേ, തീർച്ചയായിട്ടും അവള് നിന്നെ തേടി തിരിച്ചു വരും. നീ അല്ലാണ്ട് അവൾക്ക് വേറെ ആരാ പറഞ്ഞേ? സോറി 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 1000 times സോറി. തുറന്നു പറയട്ടെ, ഐ എം റിയലി ഇൻ ലവ് വിത്ത് യു. സോറി 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 1000 times സോറി. തുറന്നു പറയട്ടെ, ഐ എം റിയലി ഇൻ ലവ് വിത്ത് യു. I love you, I love you, I love you 1000 times I love you. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. എന്റെ നാടിന്റെ സമ്മേളനം സീസൺ 50 നടത്താൻ സംഘാടകർ തീരുമാനിച്ചു. അടിപൊളി. എടാ നിന്നെ എന്താ ഇവിടെ വന്നേ ഇരുന്നേ. നീ എന്തിനാ ഈ താഴെ ഇടുന്ന സാധനം എല്ലാം എടുത്ത് പെറുക്കി വെച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങളും തന്നെ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുവാണ്. പെറുക്കുന്നു, അടിച്ചു വരുന്നു, വൃത്തിയാക്കുന്നു, വെള്ളം എടുത്തു വരുന്നു, ഈ പന്നിയുടെ കൂടെ നടക്കുന്നു. ആരാ താൻ? ഒരു റോബോട്ടിനെ പോലെ ഒരു അനക്കവും ഇല്ലാതെ ഒരു റിയാക്ഷനും ഇല്ലാതെ ഞങ്ങളുടെ പുറകിൽ താൻ ഇരിക്കുന്നുണ്ടല്ലോ. ആരാ താൻ? ഏജന്റാ. അങ്ങനെയാണോ? എത്ര പേരുണ്ട് തന്റെ അണ്ടറില്? 2000 പേരുണ്ട്. എന്റെ ഈശ്വര, വലിയ ലെവലാണല്ലോ. അതെ, ഇനി ഒരു 5 പേര് കെട്ടുവാണെങ്കിൽ മാസം അവസാനം പൈസ വരും. എടോ, മാസമറ വന്ന ഈ പണി തന്നെ ചെയ്യാൻ പറ്റാതാവും. നിങ്ങൾ എന്ത് പണിയെ പറ്റിയാ പറയുന്നത്? തനിക്ക് മാമപ്പണിയല്ലേ? അതൊന്നുമല്ല, ഞാൻ ഇൻഷുറൻസ് ഏജന്റാ. ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു. ഇത് തനിക്ക് ആദ്യം പറയാൻ മേലായിരുന്നു. ഞങ്ങൾ ആവശ്യമില്ലാതെ ഓരോരോ കനവ് കണ്ടു. ശരി, താൻ ഇതിനാണ് ഞങ്ങളെ ഫോളോ ചെയ്യുന്നത്. നിങ്ങളെല്ലാം കൈ നിറച്ച് സമ്പാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആര്? ഞങ്ങളോ? ബാക്കി പറ. ആൾക്കൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ സന്തോഷോട് പോയിരുന്നല്ലോ. നീ കമ്മീഷൻ മേടിച്ചോണ്ട് ചിരിച്ചോണ്ട് പോകും. ഞങ്ങളല്ലേ വിഷമിക്കേണ്ടത്? ഇങ്ങോട്ട് നോക്കടോ. ഉള്ള എല്ലാ പോളിസിയിലും ഞങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇനി ഒരേ ഒരു പോളിസി മാത്രമേ പെൻഡിങ് ഉള്ളൂ. എന്ത് പോളിസിയാ? ലവ് പോളിസി. ചേർക്കാൻ പറ്റുമോ? അതൊന്നും നമ്മുടെ കമ്പനി കൊടുക്കത്തില്ല. അതെന്തുകൊണ്ടാ ചേർക്കാത്തതെന്ന്? പ്രതീക്ഷിക്കാതെ നടക്കുന്ന ആക്സിഡന്റിന് നിങ്ങളുടെ കയ്യിൽ പോളിസി ഉണ്ട്. മനഃപൂർവ്വം ചെയ്യുന്ന പ്രണയത്തിന് എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പോളിസി ഇല്ല? മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു. ഒരു പെണ്ണു ഒരു പയ്യനെ പ്രേമിക്കുന്ന സമയത്ത് ബീച്ച്, പാർക്ക്, ഹോട്ടല് ഇങ്ങനെ എല്ലാ സ്ഥലത്തോടും വിളിച്ചോണ്ട് പോയി കയ്യിലുള്ള പൈസ എല്ലാം തീർത്ത് കളഞ്ഞേക്കും. എന്നിട്ട് വേണ്ടെന്നും പറഞ്ഞു പോയേക്കും. ഈ പൈസ ഒക്കെ പിന്നെ എങ്ങനെ കളക്ട് ചെയ്യുന്നത്? ഈ ലവ് പോളിസി എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ കൊടുക്ക്. എന്നിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും അതിൽ വന്ന് ചേരും. ഞാൻ പറയുന്ന ഉറപ്പാണ്. ഞങ്ങളും ചേരും. പോളിസി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ നടന്ന എന്നെ ചെരുപ്പൊണ്ടടിച്ചാലും കുറഞ്ഞു പോകത്തില്ല. അവര് പോളിസി എടുത്തില്ലെങ്കിൽ എന്താ, ഞാൻ പോളിസി എടുക്കാമല്ലോ. അനിമൽസ് നമ്മുടെ കമ്പനി പോളിസി കൊടുക്കാറില്ല. തുറന്നു പറയട്ടെ, ഐ എം റിയലി ഇൻ ലവ് വിത്ത് യു. എങ്ങോ മാഞ്ഞു പെണ്ണെ എൻ നെഞ്ചം മുടച്ച് എങ്ങു പോയി നീ. എങ്ങോ മാഞ്ഞു പെണ്ണെ എൻ നെഞ്ചം മുടച്ച് എങ്ങു പോയി നീ. ആകാശവീഥികളോ തനി തനിയായി വീണുടഞ്ഞു. നീ അരികിലില്ലാതെ ഉള്ളിനുള്ളിൽ കരഞ്ഞിടുന്നു.
പാടും പാട്ടിൽ വേദനയോ തിങ്ങിടുന്നു. നീർവറ്റും പുഴയായി മാറി തേങ്ങി തേങ്ങി ഒഴുകിടുന്നു. I love you, I love you, I love you 1000 times I love you. ഒന്നുമൊന്നും ചൊല്ലാതെ എന്നുയിരേ നീ പോകാതെ, ദൂരം നീയും ചെന്നാലും ഉള്ളിനുള്ളിൽ കാക്കും ഞാൻ. എൻ ശ്വാസക്കാറ്റേ നീ എന്നിങ്ങു വന്നിടും. നെഞ്ചിലെ ആശകളും നിനക്കായി സൂക്ഷിക്കാം. ഇന്നു പോയി നീ, ഇന്നു പോയി നീ, ഇന്നു പോയി നീ. ജീവ, എടാ ജീവ, എന്താ ഇത്? രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വെറും വയറുമായിട്ട് ഇരിക്കുന്നേ. നിന്റെ ശരീരം എന്താവും? വാ, എന്തെങ്കിലും ഒന്ന് കഴിക്കും. വേണ്ടമ്മേ. ഡാ, നീ ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കണ കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം വരണുണ്ട്. നീ ആവശ്യമില്ലാതെ മനസ്സ് വിഷമിപ്പിക്കാതെ. ഞാൻ മുരുകന് പാൽക്കുടം എടുക്കാൻ നേർന്നിട്ടുണ്ട്. പുറത്തെവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വാ. ആ പെങ്കൊച്ചിനെ അന്വേഷിക്കുകയും ചെയ്യാം. നിന്റെ മനസ്സിനൊരു സമാധാനമാവും. ഡാ, അമ്മ പറയുന്ന ഒന്ന് കേക്ക് ജീവ. സംഗീത, 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 ഹേയ് സംഗീത, അവിടെ നിൽക്കേ. ഹേയ് സംഗീത, സംഗീത നിൽക്കേ. സംഗീത, ഹേയ് ഹേയ് സംഗീത നിൽക്കേ. ഹേയ് നിൽക്കണേ സംഗീത. ഹേയ് നിൽക്കല്ലേ പോലെ വലിയ ഇവളെ പോലെ. ഹേയ് ഇപ്പഴാ നിന്നെ കുറിച്ച് ഓർത്തെ. അപ്പോഴേക്കും നീ ഇങ്ങോട്ട് വിളിച്ചു. ജീവ, ഐ മിസ് യു സോ മച്ച് ഡാ. ഞാനും നിന്നെ മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. I love you, I love you, I love you 1000 times I love you. ഹൈദരാബാദിൽ നിന്നൊക്കെയല്ലേ വിളിക്കുന്നത്? വെറും ഒരു ഐ ലവ് യു മാത്രമല്ലോ. ടീ വേണോ കാഫി വേണോ? സ്ട്രോങ് ആയിട്ടൊരു ചായ മതിയോ? ഇതൊട്ടും പോരാ. ഇപ്പൊ ശരിയായോ? കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. മതിയോ? സ്ട്രോങ് ആയിട്ടേ ഇല്ല. കൂൾഡ്രിങ്ക്സ് എങ്ങനെയാ സ്ട്രോങ് ആയിരിക്കുന്നത്? നീ ഹൈദരാബാദിൽ പോയിട്ട് ഭയങ്കര നോട്ടിയായി. പോടാ. അപ്പൊ വേണ്ടേ? ആരാടാ ഫോണില്? നിന്റെ അനിയത്തിയാടാ. ചേട്ടൻ കുളിച്ചോ, ചേട്ടൻ കഴിച്ചോ, ചേട്ടൻ ഉറങ്ങിയോ, ചേട്ടൻ പല്ല് വെച്ചോ, ചേട്ടൻ ബാത്റൂം പോയോ, ഇതൊക്കെ ചോദിച്ചോ? എന്നെ കുറിച്ച് ചോദിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിന്നെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്താടാ ഇത്? ഒലിപ്പിക്കുമ്പോ ഒരു ലിമിറ്റിൽ ഒലിപ്പിക്കണം. ഇങ്ങനെ ലിറ്റർ കണക്കിന് ചെയ്യാൻ പാടില്ല. എന്തിനാ ഇപ്പൊ നീ ആവശ്യമില്ലാതെ നഖം കടിച്ച് തിന്നുന്നേ? നാണമല്ലേ? വാ, അവന്റെ ഒരു നാണം. ഏയ് ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്, ഡീസൻസി ഇല്ലേ, മാനേഴ്സ് ഇല്ലേ? ഒരു പെണ്ണിനെ കണ്ടാൽ മതിയല്ലോ, അന്നേരം അവളെ ഫോളോ ചെയ്ത് വന്നോണം. ഏയ് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? സോറി 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 1000 times സോറി. ഞാൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പേടിച്ച് താൻ നിലത്ത് വീണേനെ. അതല്ലേ
താങ്ക് ഗോഡ്. ഹെൽപ്പ് ചെയ്തത് ഞാനല്ലേ, താങ്ക്സ് ദൈവത്തിനോ? ഓക്കെ, താങ്ക്സ് ടു യു. ഹായ്, ഐ എം സംഗീത. ചാൾസ്. ഓക്കെ, ഐ ഹാവ് ടു ഗോ, ഐ എം ഗെറ്റിംഗ് ലേറ്റ്. ഹലോ, ഇത്രയും ഹെൽപ്പ് ചെയ്തില്ലേ, അറ്റ്ലീസ്റ്റ് ഒരു ഐസ്ക്രീം. എന്താ, ഫോൺ നമ്പർ വേണോ? താൻ ഭയങ്കര സ്മാർട്ടാണല്ലോ. 9741002143. That's my number. Okay. Bye. Take care. ഐ എം സ്വാമിനാഥൻ, വർക്കിംഗ് ഇൻ ഏഷ്യ ടെലികോം, കൊച്ചി ബ്രാഞ്ച്. ബാക്കിയൊക്കെ നീ പറ. ഹീസ് ഇന്റലിജന്റ്, വെരി സിൻസിയർ ആൻഡ് വെരി ഹാർഡ് വർക്കിംഗ്. മതിയില്ലേ? നിങ്ങളെ പറ്റി എന്തിനാ അവര് പറയുന്നത്? ഞാൻ എന്നെ പറ്റി പുകഴ്ത്തി പറയാറില്ല മാഡം. ഓക്കെ, നെക്സ്റ്റ്. ഐ എം ജീവ. സാരിയിൽ കാണുന്നതിന്റെ ഭംഗിയാ. What? ഐ ലവ് യു. What do you mean? Are you mad? എടാ ജീവ, എന്തോ What happened? സോറി മാഡം, ഹെഡേക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഇരിയടാ അവിടെ. നിന്റെ കണ്ണെന്താടാ അടിച്ചു പോയോ? ഇവിടെയൊക്കെ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയുന്നു. എനിക്കെപ്പോഴും അവളുടെ ഓർമ്മയാടാ. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണോ? കഷ്ടപ്പെടുവാടാ, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്ത് മിസ് ചെയ്യുന്നാടാ നീ പറയുന്നേ? മര്യാദക്ക് നിന്റെ പണി ചെയ്യാൻ നോക്ക്. എന്റെ പേര് സംഗീത. ഡേറ്റ് ഓഫ് ബർത്ത് 11/11. ഹൈറ്റ് 5.5. വെയിറ്റ് 50 kg. നിങ്ങളുടെ പേര് ചാൾസ് എന്ന് പറഞ്ഞു. ജോലി എന്താന്ന് പറഞ്ഞില്ലല്ലോ. You know SSR College? കോളേജ് ലെക്ചറാ? We are the owners of that college. Wow, super. ഇതുപോലെ സിറ്റിയിൽ 4 കോളേജ് ഉണ്ട്. പിന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരുപാട് 1000-ലധികം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി കഴിഞ്ഞ മാസം നിങ്ങളുടെ കോളേജിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. ഓൾറൈറ്റ്, മീറ്റ് ചെയ്താലോ? എന്തിന്? കഴിക്കാൻ. സംഗീത. അമ്മേ വരുന്നു. ചാൾസ്, അമ്മ വിളിക്കുന്നു. നമുക്കപ്പോ നാളെ കാണാം കേട്ടോ. ഓക്കെ. എന്തിനാ ഇത്രയൊക്കെ ഫുഡ് ഓർഡർ ചെയ്തേ? ജസ്റ്റ് വെറൈറ്റി ഓഫ് ഡിഷസ്. ഒരേ സാധനം തന്നെ കഴിച്ചാൽ ബോറടിക്കത്തില്ലേ? ജസ്റ്റ് ഹാവ് ഇറ്റ് യാർ. എന്താ ചേട്ടാ, സുഖമല്ലേ? എന്താ ശിവ, ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. പ്രേമിക്കാൻ തുടങ്ങിയില്ലേ, അതോ ബിസി ആയിട്ടിരിക്കുന്നത്? ഒരു ക്ലാസ് എടുക്കുക. എന്താ തരാലോ? എന്തിനാ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്നെ വിളിച്ചോണ്ട് വരുന്നത്? ഹെൽത്തി ഫുഡാ മോളെ. ഞാൻ ഈ തട്ടുകടയിൽ നിന്നൊന്നും കഴിക്കില്ല, നിനക്ക് അറിയില്ലേ? നല്ലതൊക്കെ നിങ്ങൾ എവിടെയാ കഴിക്കുന്നത്? ബർഗറും പിസ്സ ഒക്കെ കഴിച്ച് ശരീരം കേടാക്കുമല്ലേ? എനിക്ക് മാത്രം മതി ചേട്ടാ. അച്ചാറല്ലേ? ചേട്ടാ വന്നേക്കാവേ. മേഡം മേഡം ചാൾസ്, ബില്ല് 8000 വന്നിരിക്കുന്നേ. സ്റ്റാർ ഹോട്ടലിലൊക്കെ ബില്ല് എങ്ങനെ ഉണ്ടാവുക? എന്റെ വീട്ടിൽ ഒരു മാസം കഴിയാൻ 6000 രൂപ മതി. ലൈഫിൽ നമ്മൾ സമ്പാദിക്കാൻ സന്തോഷമായിട്ടിരിക്കാനല്ലേ? ലൈഫ് ഈസ് ഷോർട്ട്, യു നോ. ചാൾസ്, ഇതിൽ ഒരുപാട് കാർഡുണ്ട്. വിച്ച് കാർഡ് ടു ഗിവ്? ഏത് കാർഡ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, എല്ലാ കാർഡിലും എമൗണ്ട് ഉണ്ട്. എന്താ ഇത്? കുറെ മഞ്ഞ കളറിലുള്ള റെസിപ്റ്റ് ഉണ്ട്. പിന്നെ പലിശക്കാരുടെ റസീറ്റ് ഏത് കളറിലായിരിക്കും? ഇത് നിനക്ക് ബൈക്ക് വാങ്ങാനായിട്ട് സ്വാമിനാഥന്റെ ചെയിൻ പണയം വെച്ചതിൻ്റെ, ഇത് ലാപ്ടോപ്പ്, ഇത് റിങ് വാങ്ങിയതിന്റെ, ഇത് ബർത്ത്ഡേ പാർട്ടി, ഇത് പെട്രോള്, സിനിമ തിയേറ്റർ. പിടിച്ചോ. It's so boring, yaar. Change the topic. നീയല്ലേ ചോദിച്ചേ? ഞാൻ ഇങ്ങനത്തെ ഹോട്ടലിൽ നിന്നൊന്നും ആഹാരം കഴിച്ചിട്ടേ ഇല്ല. താങ്ക് യു സോ മച്ച്, ഐ എം വെരി ഹാപ്പി. ഏയ്, നിനക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് നിന്നെക്കാട്ടിലും ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കുവോ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, നിനക്ക് എന്ത് വേണം ചോദിക്കാം. എപ്പോഴും ചുരിദാറാണ് ഇടുന്നത്. എന്താ, നിനക്ക് ചുരിദാർ ഇടുന്ന ഇഷ്ടമല്ലേ? ചുരിദാർ നല്ലത് തന്നെയൊക്കെയാ, പക്ഷേ മോഡേൺ ഡ്രസ് ഇട്ടാൽ കുറച്ചുകൂടെ സുന്ദരിയായിരിക്കും. എനിക്ക് മോഡേൺ ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മിഡിൽ ക്ലാസ് ഫാമിലിയാ, അങ്ങനെ ഒരുപാടൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല. നീ പറഞ്ഞ സ്ഥലത്തെത്തി. വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? ബീച്ചിലോട്ട്? 7ാം മുറിവ് ഡോങ്കുളിയെ പോലെ ഉണ്ടല്ലോ, കുറച്ചടുത്ത് വന്നേ. അങ്ങോട്ട് ചേർന്ന് നിക്കടാ ചൈനക്കാരാ. ഫാന്റാസ്റ്റിക്, നൈസ് മൊബൈൽ. Thank you. How much? 40,000 only. Just 40,000? നിന്റെ 4 മാസത്തെ ശമ്പളോടാ. ശരിടാ. Bro, what are all the benefits in this mobile? 32 megapixel camera, 4GB RAM. പിന്നെ എന്തിനാണ് എന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞേ? അവന് സെൽഫി എടുക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. നീ എന്നെ മേടിക്കല്ലേട്ടാ. എന്താടാ, ഇവന് നമ്മുടെ ഭാഷയൊക്കെ അറിയാവോ? ഇവന്മാരുടെ അടുത്ത് നമ്മള് കളിക്കാൻ പാടില്ല. എന്റെ അമ്മച്ചി,
അങ്ങനെ രക്ഷപ്പെട്ടു. അവനെ വിടറാ. ഇതുപോലത്തെ ഒരു ഫോൺ അവൾക്ക് മേടിച്ചു കൊടുത്താ അവൾ എന്ത് സന്തോഷിക്കുമല്ലേ? 10 രൂപയുടെ പേസ്റ്റ് കൊടുത്താൽ തന്നെ സന്തോഷിക്കും. പിന്നെ ഫോൺ കൊടുത്താൽ പറയേണ്ട ആവശ്യമുണ്ടോ? നോക്ക്, ഹൈദരാബാദ് വന്ന ഹാർഡ് വർക്ക് ചെയ്ത് പെർമനന്റ് ആവാൻ നോക്കണം. പോടാ, നാട്ടിൽ പോയോടനെ അവളെ അങ്ങനെ കെട്ടിപ്പിടിച്ച് 1000 തവണ ഐ ലവ് യു എന്ന് പറയണവടാ. ഓ, എത്ര കാലത്തേക്കടാ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക? ലവറിന്റെ അടുത്ത് ഐ ലവ് യുടാ പറയാൻ പറ്റത്തുള്ളൂ, വേറെന്ത് പറയാന്? 2 ബിയർ പറഞ്ഞേ, നമുക്ക് കുടിച്ചോണ്ട് സംസാരിക്കാം. അളിയാ, പേഴ്സ് കൊണ്ടുവന്നില്ലടാ. പെൺകുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടെ ഉള്ളവന്റെ പോക്കറ്റിൽ കൈയിട്ട് കാശെടുത്തിട്ടും നീ ചെലവ് ചെയ്യും. ആൺകുട്ടികളാണെങ്കിലോ എന്റെ പേഴ്സ് ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നിടാന്ന് പറയും. നിന്നെയൊക്കെ ഉണ്ടല്ലോ, നീ ഒന്ന് മേടിച്ചു തരൂ. നല്ല പുളിച്ച തെറിയാ വയല് വരുന്നത്. വാടാ. രാവിലെ തൊട്ടിപ്പോ എത്ര ഡ്രസ്സായി? ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറ, അത് വാങ്ങിക്കാം. ഏത് ഡ്രസ് ഇട്ടാലും വളരെ സുന്ദരിയാ. അങ്ങനെയാണെ പിന്നെ എല്ലാ ഡ്രസ്സും വാങ്ങേണ്ടി വരും. എങ്കിൽ പിന്നെ വാങ്ങിയാലോ? എക്സ്ക്യൂസ് മീ സാർ, നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഡ്രസ്സും ബില്ല് ചെയ്തേരെ. ഓക്കെ സാർ. ഇത്രയും ഡ്രസ്സൊക്കെ എന്തിനാന്നേ? ഭയങ്കര കോസ്റ്റ്ലിയും കൂടിയാ. നീ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും നിന്റെ മുഖത്തുള്ള സന്തോഷം ഞാൻ കണ്ടായിരുന്നു. നീ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും ചിലവാക്കും. നമ്മുടെ ഈ ഏരിയ തന്നെ ഇതാ ഏറ്റവും വലിയ കട. ഒരുപാട് കളക്ഷൻസ് കാണും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാലോ, പക്ഷേ കുറച്ച് ഡള്ളായിട്ടുണ്ടല്ലേ? ഇതെങ്ങനെയുണ്ട്? വാവ്, ഗ്രീൻ മാച്ചിങ് സൂപ്പർ. പക്ഷേ ഈ ഡിസൈൻ നിനക്ക് ഇഷ്ടപ്പെട്ടോ? നോക്കിക്കേ. അത് ബ്ലാക്ക്, അത് വേണ്ട. ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ പൈസ ഇല്ലേ? പൈസ ഇല്ലെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നേ? എന്നെ ഇൻസൾട്ട് ചെയ്യാനാ? വാ പോവാം. സംഗീത നിക്ക്. എനിക്കെന്റെ ഡ്രസ്സൊക്കെ ഞാൻ സ്വപ്നത്തിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്റെ സ്വപ്നമൊക്കെ സത്യമാക്കിയതിന് ഒത്തിരി താങ്ക്സ്. ഇമ്പോർട്ടന്റ് കോൾ അല്ല. നല്ല പാട്ടല്ലേ? ഐ ലവ് എ ആർ റഹ്മാൻ. ഹി ഈസ് ടു ഗുഡ്. സെയിം ഹിയർ. നൈസ്. അൺനോൺ നമ്പർ ആണ്. എടുത്ത് സംസാരിക്കേ. ഏയ്, കസ്റ്റമർ കെയറിന്നാ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവര് വിളിച്ച് ശല്യം ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് എന്നെ ചെയ്തേക്കാം, പിന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഓക്കേ. നീ ഇപ്പൊ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇതിന്റെയൊക്കെ ബില്ല് ഞാൻ പേ ചെയ്തല്ലോ. അവളെ വിളിച്ചപ്പോ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വരുവാടാ. ഫോണിനകത്ത് ചാർജ് ഇല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിന്റെ ഫോൺ ആണെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്നേ പറയൂ. എന്താടാ നിന്റെ പ്രശ്നം? എന്റെ മൂഡ് ശരിയല്ല. മൂഡ് ശരിയല്ലെങ്കിൽ എഴുന്നേറ്റ് പോടാ. ഇങ്ങനെയുള്ള വയ്യാവേലികൾ കൂടെ ഉണ്ടെങ്കിൽ തന്നെ കാര്യം പോക്ക. ഓ, ചിക്കനും താഴെ പോയി. സാരമില്ല, നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുകിയിട്ട് കഴിക്കാം. ഭാഗ്യത്തിനേരം കണ്ടില്ലെന്ന് തോന്നുന്നു. ഇറ്റ്സ് റിയലി നൈസ്. നിന്റെ വീട് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനൊരു വീട്ടിൽ കഴിയാൻ പറ്റിയ ഐ ഫീൽ വെരി ഹാപ്പി. ഐ ടു ഫീൽ ദ സെയിം സംഗീത. തൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഐ വാണ്ട് ടു മാരി യു. ചുമ്മാ തമാശ പറയല്ലേ? നോ, ഐ ആം സീരിയസ്. നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താ പെട്ടെന്ന്? ജസ്റ്റ് അങ്ങനെ തോന്നി, അതാ പറഞ്ഞു. നിനക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ പറഞ്ഞാൽ മതി. അതർവൈസ് നോ കമ്പൽഷൻ. അല്ല, ജസ്റ്റ് എ മിനിറ്റ്. എല്ലാവരുടെ ജീവിതത്തിലും ഒരു ലവ് സ്റ്റോറി ഉണ്ടാവും. ലവ് വേറെ, ലൈഫ് വേറെ. അതാദ്യം മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിലും 2-3 ലവ് സ്റ്റോറി ഉണ്ട്. അതെല്ലാം ജസ്റ്റ് ടൈം പാസ്. നിന്നെ പരിചയപ്പെട്ട അന്ന് തൊട്ട് ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. നിനക്കും അതേ ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. ഇല്ലെങ്കിൽ ഓക്കെ, ജസ്റ്റ് ബി ഫ്രണ്ട്സ്. ആക്ച്വലി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. കുറച്ച് സമയം തരാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, 1 മിനിറ്റ് സമയം എടുത്തോ.
ടൈം ഓവർ. ചാൾസ്, എനിക്ക് ഓക്കെയാണ്. മനസ്സിലായില്ല. ഐ ലവ് യു. ആർ യു ഷുവർ? I love you, I love you, I love you 1,000 times I love you. കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നേ. നിന്നെ അന്വേഷിച്ച് ഞാൻ തിരുത്തിരുവേട് ചുറ്റുമായിരുന്നു. ഫോണും സ്വിച്ച് ഓഫ്. നീ വീടും മാറി. വട്ടു പിടിച്ച പോലെ ഉണ്ടടി. നിനക്ക് കാണണമെന്നും തോന്നിയില്ലല്ലേ? എന്താ നിനക്ക് ഞാൻ ബോറടിച്ചോ? പറഞ്ഞു തീർത്തോ? നമ്മുടെ കാര്യമൊക്കെ എന്റെ വീട്ടിലറിഞ്ഞു. കോളേജിൽ പോകാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫോൺ പിടിച്ചു വാങ്ങി വെച്ചു. കുടുംബത്തോടെ കൂട്ട ആത്മഹത്യ എന്നാ പറയുന്നത്. പറയും, ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്നെ കാണാതെ സംസാരിക്കാതെയും ഓരോ നിമിഷവും മരിച്ചോണ്ടിരിക്കുക. പറ, ഞാനും അങ്ങ് ചത്തേക്കട്ടെ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്നെ മനസ്സിലാക്കിയില്ല അല്ലേ? സത്യമായിട്ട് എനിക്ക് പ്രശ്നമൊന്നും അറിയില്ല. നിന്നെ കണ്ടിട്ട് 3 മാസമായി. ആ വിഷമത്തില്ല സംസാരിച്ചേ. സോറി. കുറച്ചു നാളൊന്ന് വെയിറ്റ് ചെയ്യും. അമ്മയോട് ഞാൻ എങ്ങനെയെങ്കിലും സംസാരിച്ച് ശരിയാക്കാം. അതിനുശേഷം നമ്മൾ കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കാം. അതുവരെ നമ്മൾ തമ്മിൽ കാണണ്ട, മിണ്ടണ്ട. പ്ലീസ് മനസ്സിലാക്കു ജീവ. നിന്റെ കൂടെ സംസാരിക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ ലവ് യു ജീവ. നിന്നെ എനിക്ക് ലൈഫ് ലോങ് വേണം. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. I love you, I love you, I love you, I love you 1,000 times I love you. I do love you. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഗൺ ഷൂട്ടിൽ 2 times മെഡൽ വാങ്ങിയിട്ടുണ്ട്. നൈസ്. ആ ഷൂട്ട് ചെയ്യാ. ഇറ്റ്സ് ഓക്കേ, യു ട്രൈ ഇറ്റ്. ഞാനോ? ആ വേണ്ട. ട്രൈ ചെയ്യുന്നേ. പിടിക്ക്. ഇപ്പോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ബലൂൺ എയിം ചെയ്യും. ഷൂട്ട്. മാഡം, ഞാൻ ഈ കൈ ഒന്ന് ഇവിടെ വെച്ചോട്ടെ. ഗുഡ്. അതെ സാർ. പിക്കപ്പ് ഞാനും പാക്കപ്പ് നീയോ? ഇപ്പോ ആ റെഡ് കളർ ബലൂൺ എയിം ചെയ്. എടാ ഒന്നങ്ങോട്ട് നോക്കിയേ. സൂപ്പർ. നെക്സ്റ്റ് ആ യെല്ലോ കളർ എയിം ചെയ്. സംഗീത, ഹേയ് വാട്ട് ഹാപ്പൻ? നത്തിങ്. വേറെ എന്തെങ്കിലും വേണോ? മതിരാ. എന്താ രാവിലെ തന്നെ ഒരു അടി? നീയും പ്രേമിക്കാനൊക്കെ തുടങ്ങിയ? എന്താ ഡള്ളായിട്ടിരിക്കുന്നത്? നിന്റെ കളവി ചത്തുപോയോ? പറയടാ. എനിക്കൊരു പ്രശ്നമില്ലടാ. നിന്റെ ലവിനകത്താ പ്രശ്നം. എന്താണ് ഈ പറയുന്നവൻ? പറയടാ. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് പറയാതിരിക്കാനും പറ്റില്ല. പറയടാ. നിന്റെ ലവർ അത്ര നല്ലവളല്ല. വേറൊരുത്തന്റെ കൂടെ കറങ്ങുന്നത് ഞാൻ കണ്ടു. തല്ലടാ തല്ലടാ തല്ലടാ, എന്നെ തല്ലേ. വിടറാ അവൻ തല്ലട്ടെ. നീ തല്ലിയാലും എനിക്ക് വേദനിക്കില്ലടാ. പക്ഷെ അവള് വേറൊരുത്തന്റെ കൂടെ കറങ്ങുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പൊ എനിക്ക് വേദനിച്ചടാ. നീയും കണ്ടതല്ലടാ, പറ. സത്യമാ, ഞാനും കണ്ടത് എന്നെ കണ്ണുകൊണ്ട്. നിങ്ങളുടെ കൂടെയൊക്കെ കൂടിയില്ലേ നിന്നെ ചെരുപ്പ് കൊണ്ടടിക്കണം. പോടാ. ഓട്ടറാ, വേറെ ആരുമല്ല, അവനല്ലേ ഇത്. എന്തെങ്കിലും ഒരു ദിവസം അവൻ മനസ്സിലാക്കൂടാ. വിട. അതല്ല അളിയ. വിടറാ, അവൻ മനസ്സിലാക്കിക്കോളൂടാ. നിന്റെ ഫ്രണ്ട് എന്താ പറഞ്ഞേ? അവനെ കുറിച്ച് സംസാരിക്കണ്ട. പിന്നെ എന്തിനാ അവനെ അടിച്ചേ? വേറെ എന്തെങ്കിലും സംസാരിക്കാം. നിനക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടല്ലോ അല്ലേ? എന്നാ പറയാ, അവനെ എന്തിനാ അടിച്ചേ? നീ വേറെ ആരുടെ കൂടെ ചുറ്റുവാണെന്നാ? അത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് അവനെ കൊന്നു കളയണായിരുന്നു. ഫ്രണ്ടായി പോയി. അവൻ പറഞ്ഞത് സത്യം തന്നെയാ. അത് വേറെ ആരുമല്ല, എൻ്റെ കസിൻ. നമ്മുടെ കാര്യം വീട്ടിൽ അറിഞ്ഞതിന് ശേഷം ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ വരും. ബാത്റൂമിൽ പോലും ഒറ്റയ്ക്ക് വിടില്ല. ചാവാനാ തോന്നുന്നേ.
ജീവ, നിനക്ക് എന്നെ സംശയമുണ്ടോ? മണ്ടത്തരം പറയരുത്. സംശയിക്കുന്നുണ്ടെന്ന്. ജീവ പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. ജീവ നിക്ക്. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് എൻ്റെ അമ്മയെ എത്രത്തോളം ഇഷ്ടമാണോ നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാ. നിന്നെ സംശയിക്കുന്ന എൻ്റെ അമ്മയെ സംശയിക്കുന്ന പോലെയാ. ഇനി ഒരു തവണ അങ്ങനെ പറയരുത്. താങ്ക്സ് ജീവ. I love you, I love you, I love you. 1000 times I love you. അവസാനം വരെ എന്നെ വിട്ടിട്ട് പോയില്ലല്ലോ അല്ലേ? സത്യമായിട്ട് നിന്നെ വിട്ട് ഒരിടത്തും പോവില്ല. എടാ പോയി സംസാരിക്കും. ഒന്ന് പോടാ. എന്നാ ചായ എന്നാ ജീവ. ഒന്നിച്ചേർന്ന സമയത്ത് ഒരു ചായ മേടിച്ച് 3 പേരോട് കുടിച്ചിരുന്നു. ഇപ്പോൾ ഓരോ ആളും ഓരോ ചായ കുടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുക. എങ്ങനെയാണെങ്കിലും തനിക്ക് ലാഭമല്ലേടോ? എന്തോന്ന് ലാഭം? നേരത്തെ ഒരു ചായ ആയിരുന്നു ഓസിന് കുടിച്ചോടുന്നത്, ഇപ്പം 3 ചായയാണ് ഓസിന് കുടിക്കുന്നത്. അപ്പം നഷ്ടമല്ലേ? മോനെ ജീവ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് സംസാരിച്ചങ്ങ് തീർത്തുകൂടെടാ. ഇവന്മാര് ചായ കുടിച്ചെന്നെ കടയെ കടത്തിലാക്കോടാ. എൻ്റെ പെണ്ണ് അവളുടെ കസിൻ്റെ കൂടെ ഇരുന്നത് കണ്ടിട്ട് തെറ്റായിട്ട് സംസാരിച്ചു കേട്ടാ. അതടിച്ചേ. വേണമെങ്കിൽ സോറി പറഞ്ഞോളാം. നീയൊക്കെ എന്ത് വേണേ കാണിക്കേ, എന്നെ കട പൂട്ടിക്കായിരുന്നാ മാത്രം മതി. I love you, I love you, I love you, I love you. 1000 times I love you. ഐ ലവ് യു മാത്രമേ ഉള്ളൂ. കോഫിയാണോ ടീ ആണോ? സ്ട്രോങ് ആയിട്ടൊരു കോഫി മതിയോ? ചാൾസ്, എന്റെ കസിൻ വിളിക്കുന്നു. ഞാനതൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ? ഓക്കെ ബൈ. ഓക്കെ ബൈ. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? എത്ര പ്രാവശ്യം വിളിക്കുന്നേ? ഒരുപാട് നേരം ട്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നീ എന്നെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്റെ കസിൻ ഫോൺ ചെയ്ത് നോക്കുക. ഇപ്പോഴും എന്റെ കസിനെ വിളിച്ചോണ്ടിരുന്നത്. ഇന്നെന്റെ ദിവസം എന്നറിയോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാര്യം എന്താന്ന് പറഞ്ഞിട്ട് നീ ഫോൺ വെക്ക്. എന്റെ സാലറി ഡേ. ഓ, സാലറി ഡേ ആണോ? നീ ഒരു ഡയമണ്ട് റിംഗ് ചോദിച്ചില്ലായിരുന്നു? അത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. ഡയമണ്ട് റിംഗോ? വാവ്, സൂപ്പർ. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു 1000 times I love you. ഇന്ന് വൈകുന്നേരം കണ്ടാലോ? ഓക്കെ ജീവ, ബൈ. ജീവ, I'm waiting for your gift. ഡയമണ്ട് റിംഗ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ സസ്പെൻസ് താങ്ങാൻ പറ്റുന്നില്ല. എവിടെയാ വെച്ചേക്കുന്നേ? ഓ, അപ്പൊ നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ? ഞാൻ തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും നീ എല്ലാം അറിഞ്ഞല്ലോ. ഇറ്റ്സ് ഓക്കെ. അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മൾട്ടി മില്യനയർ. ഞാൻ അവനെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഏയ്, ഞാൻ എപ്പോഴാ നിന്നോട് ലവ് ഇല്ലാന്ന് പറഞ്ഞേ? ഇപ്പോഴും പറയാ, എനിക്ക് നിന്നോടാ സ്നേഹം. പക്ഷെ കല്യാണത്തിന് നീ സെറ്റാവില്ല. ലവ് വേറെ, ലൈഫ് വേറെ. ആദ്യം അത് മനസ്സിലാക്കുക. ലവിന് മനസ്സുണ്ടായാൽ മതി, പക്ഷെ ലൈഫിന് പൈസ വേണം. പൈസ. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? എന്നെ തേക്കാനുള്ള പുറപ്പാടാണോ? ലൈഫിൽ എല്ലാവർക്കും ഒരു അവസരം കിട്ടും. ഇപ്പൊ എനിക്കത് ലഭിച്ചിരിക്കുക. തുറന്ന് പറയട്ടെ, നിന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുത്തിനെ എനിക്ക് കിട്ടി. അവനെ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ നിനക്ക് റിംഗ് ഇട്ടത്, നീ എന്നെ കിസ് ചെയ്തത്, അതൊക്കെ തമാശ പറയല്ലേ? നിനക്ക് മുമ്പ് ഞാൻ 4-5 പേരെ കിസ് ചെയ്തിട്ടുണ്ട്. എത്രയോ പേര് മോതിരിട്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു കാര്യമാണോ? പ്ലീസ് മനസ്സിലാക്ക. ഈ ലവ് അത് എന്നൊക്കെ പറഞ്ഞ സമയം കളയാതെ. പറ്റിയ എന്റെ കല്യാണത്തിന് വാ. ഓക്കെ, ഗുഡ് ബൈ. ആ ജീവ, നിന്നെ കാണാൻ നല്ലതാണല്ലോ. നല്ല പൈസയുള്ളൊരു പെണ്ണിനെ നോക്കി വളച്ച് ലൈഫ് സെറ്റാക്കാൻ നോക്ക്. ഓക്കെ അല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. എടാടാ, ഇന്ന് ഇത് വെള്ളം ഒഴിക്കേണ്ട റാവായിട്ട് അടിക്കുന്നത് വീടളിയാ. അവൻ ടെൻഷനിൽ ഡ്രൈ അടിക്കുമ്പോഴാണോ ഫോട്ടോ എടുത്ത് കളിക്കുന്നത് നീ?
ലവ് ഫെയിലിയർ ആയിരിക്കുന്ന പയ്യന്മാര് മനസ്സ് തകർന്നിരിക്കുന്ന കാഴ്ച ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ പോവാ. അങ്ങനെ ഇട്ടാൽ ലവ് ഇല്ലെങ്കിലും എന്താ ലൈക്കെങ്കിലും കിട്ടുമല്ലോ. ഇനി പ്രേമം നിങ്ങളൊരു കോമഡി ആയില്ലേ? ഏയ് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാടാ. അവളെന്താ വലിയ കൊമ്പത്തെ ആളാണോ? നീ എന്തിനാ അവളെ ഓർത്ത് വിഷമിക്കുന്നേ? പിന്നെ കാണിച്ചിടാടാ. വളച്ചപ്പോ തന്നെ എല്ലാം കാണിക്കണമായിരുന്നു. അല്ല നീ പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞ. കമ്പ്യൂട്ടർ ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. എന്തോന്ന് ചിരിയാടായത്? ഡാളിയ അവനോട് പോകാൻ പറഞ്ഞേ. ബ്രോ ഒന്നാമത്തെ കുറച്ച് ടെൻഷനില്ല. നിങ്ങളതുകൊണ്ട് മാറിയിരിക്കും. പറ്റില്ല, നിങ്ങളൊരു സത്യം അറിയണം. ഓ ഇത് ശല്യായാലോ. സത്യമൊക്കെ പിന്നെ മനസ്സിലാക്കാം, ആദ്യം ഇവിടുന്ന് പൊക്കോ. നെവർ, പറ്റില്ല. നിങ്ങളൊരു സത്യം അറിഞ്ഞേ പറ്റൂ. താൻ പോയില്ലെന്നാണോ? അല്ല നീ എന്തോരോ കുടിച്ചു വെക്കുന്നത്? ഒരു പെഗ്. ഒരു പെഗ് അടിച്ചതിന്റെ കാണുന്നേ. ഡാ നിന്റെ പ്രശ്നം എന്താടാ? പറഞ്ഞു തോലക്കടാ. താങ്ക്സ് ബ്രോ. ഞാൻ പറയുന്നത് കേട്ടാ നിങ്ങൾ ഷോക്കാവും. നിങ്ങളുടെ ലവർ സംഗീതയ്ക്കും എനിക്ക് എന്ത് റിലേഷൻഷിപ്പാണ് ഉള്ളത് നിനക്കറിയാവോ? അവളെ മീറ്റ് ചെയ്ത ദിവസം എന്നെ കൊണ്ട് മറക്കാനേ പറ്റില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്ത. കാലത്ത് തന്നെ 10 രൂപയ്ക്ക് വേണ്ടി 2000 രൂപ നീട്ടുന്നു. തനിക്കൊക്കെ കുറച്ചൊക്കെ ബുദ്ധിയുണ്ട്. ചിൽഡ്ര തരാനായിട്ട് വാക്കില്ല. എന്നിട്ട് അവന്റെ അമ്മയുടെ ഒരു ഇംഗ്ലീഷ്. നോ ബാഡ് ലാംഗ്വേജ്, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ അങ്ങനെ സംസാരിക്കണു. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഓവറായിട്ടാണോ സംസാരിക്കുന്നത്? ഇപ്പൊ എന്താ അയാൾ തരാനുള്ള ചേർത്ത് ഞാൻ തരാം. കാശത്തിന് പോടി. രണ്ടെണ്ണം കൂടെ പിടിക്ക്. വന്ന് ഇറങ്ങിക്കോളും. നീ നിന്റെ ഒരു ഓട്ടോയും. താങ്ക്സ് സംഗീത. നീ എന്നെ കറക്റ്റ് സമയത്ത് ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിലേ ആ ഓട്ടോക്കാരുടെ മുമ്പിൽ ഞാനങ്ങ് നാണം കെട്ടാനെ. നിങ്ങൾ ഇത്രയും പൈസ ഉള്ള ആളല്ലേ, എന്തിനാ ഷെയർ ഓട്ടോയിൽ വന്നത്? ഐ ഹാവ് 2 cars ഡാ. 2 സർവീസിനിട്ടേക്കുക. ഓട്ടോയിൽ വരായിരുന്നല്ലോ. വരാനൊക്കെ പറ്റും, പക്ഷെ നിന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾ നല്ല സുന്ദരൻ തന്നെയാ. വെറുതെ എന്നെ കളിയാക്കല്ലേ. നോ, ഐ എം സീരിയസ്. മോഹൻലാലിനെ പോലെ ഉണ്ട് കാണാൻ. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നേ. ഏതൊരു പെൺകുട്ടി കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറയും, ഉറപ്പ്. I love you, I love you, I love you 1000 times I love you. ഹലോ. നീ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയതാ. ശരിക്കും കറക്റ്റാ മാഡം. നിനക്ക് ഇങ്ങ് വന്നേക്ക്. നീ എനിക്ക് എത്ര വലിയ ഹെൽപ്പാ ചെയ്തേക്കുന്നത്. നീ ബില്ല് ചെയ്യാനോ? ഇറ്റ്സ് ഓൺ മീ. ഓക്കേ അനിയ ഇങ്ങ് വന്നേ. ചേഞ്ച് നീ തന്നെ വെച്ചോ. താങ്ക് യു സർ. ശരിക്കും പൊട്ടനാണല്ലോ. ഇവനെ വെച്ച് 2 മാസം ഓടിക്കാം. നിന്നെ കാണുമ്പോ മോഹൻലാലിനെ പോലെ ആരാടാ പറഞ്ഞ? ഇന്ത്യൻ പടത്തിലെ കമലാസനെ പോലെ എന്ന് പറഞ്ഞാണോ? ഇല്ല, ഉത്തമ വില്ലല്ല കമല്ല. അയ്യോ ഒന്ന് നിർത്തടാ. സംസാരം നിർത്തടാ. പിന്നെ എന്താ സംഭവിച്ചത്? സംഗീത, ഹായ്. ഇവിടെ എന്താ ചെയ്യുന്നേ? ബസ് കാത്ത്. ഓക്കേ. എന്തിനാ ഈ സമയത്ത് ബസ് സ്റ്റാൻഡിലേക്ക് നിൽക്കുന്നേ? എനി പ്രോബ്ലം? നാളെ കോളേജ് ഫീസ് അടയ്ക്കേണ്ട ദിവസം. എല്ലാ ATM ഔട്ട് ഓഫ് ഓർഡർ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എത്ര അടയ്ക്കണ്ടേ? 25,000. ജസ്റ്റ് 25,000? അയ്യോ, നിങ്ങൾക്ക് എന്തിനാ ആവശ്യമില്ലാത്തൊരു ബുദ്ധിമുട്ട്? നീ എനിക്ക് എത്ര ഹെൽപ്പാ ചെയ്തേക്കുന്നത്. നിനക്കൊണ്ട് ഇതെങ്കിലും ഞാൻ ചെയ്തൂടെ? ഇതാ പിടിക്ക്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു 1000 ടൈംസ് താങ്ക് യു. നമ്മുടെ ഇടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? ഇതിന്റെ കടമയല്ലേ? നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും ഒരുപാട് അഴകുണ്ട് അഴകേശ. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നേ. 10 രൂപ തന്ന് തന്റെ പേഴ്സ് കാലിയാക്കി പോയോ? ദാറ്റ്സ് മൈ ബാഡ് ടൈം. സമയം ശരിയല്ല. ആഹാ, എന്നിട്ട് നിങ്ങൾ എന്നെ അന്ന് കണ്ടപ്പോ എന്താ നടന്നതെന്ന് അറിയാവോ? ഹായ്. പരിചയക്കാരനുണ്ട്, സംസാരിക്കാതിരിക്കൂ. കോളേജിൽ ഫീസ് അടച്ചായിരുന്നോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ എന്ത് ഹെൽപ്പ് ആണെങ്കിലും ചോദിച്ചോ, ചെയ്യാൻ ഞാൻ റെഡിയാണ്. സംസാരിക്കല്ലേ. ഈ ഡ്രസ്സില് നീ സുന്ദരിയായിട്ടുണ്ട്.
പെർഫ്യൂം അടിച്ചേക്കുന്നേ. ചേട്ടാ വണ്ടി നിർത്ത. അവൾ എന്ത് പെർഫ്യൂം ഇട്ടേക്കെന്ന് അറിയാൻ വേണ്ടിട്ട് മണത്ത് നോക്കാനായിട്ട് അടുത്ത് പോയപ്പോണ്ടല്ലോ, അപ്പൊ ഓട്ടോ ഡ്രൈവർ സഡൻ ആയിട്ട് ബ്രേക്ക് അടിച്ചു. ആക്സിഡന്റാ. എന്റെ ലിപ്പ് അവളുടെ ഫേസിൽ ടച്ചായി. അയ്യോ, ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ എന്നെ തലങ്ങും വിലങ്ങും അടിച്ചില്ലേ. സോറി. ദാറ്റ്സ് ഓക്കെ. ഇതെല്ലാം എനിക്ക് ശീലമായി. അളിയാ, അവള് നിന്നെ മാത്രല്ല പ്രേമിച്ചത്, ഈ നാട് നിലയുള്ള എല്ലാ ആമ്പിള്ളേരും പ്രേമിച്ചിട്ടുണ്ട്. അവളൊരു പെണ്ണല്ലടാ. നിന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് നീ സന്തോഷിക്കണം. പറഞ്ഞ ഇവൻ പറയുന്നതൊക്കെ പോയിന്റ് ആണല്ലോ. ആൺപിള്ളേർ ലവറിന് വേണ്ടി എല്ലാ ശീലങ്ങളും മാറ്റും, പക്ഷെ പെൺപിള്ളേരോ നല്ലൊരു പയ്യനെ കിട്ടിയാൽ അവരുടെ ലവറിനെ തന്നെ മാറ്റും. ഭർത്താവിനെ തന്നെ മാറ്റി കളയും. അതാണ് ഇപ്പൊ ട്രെൻഡിങ്. അറിയാ, ശരിക്കുള്ള പ്രേമാണെങ്കിൽ അതിന് ജീവൻ വരെ കൊടുക്കണം. ഇങ്ങനത്തെ ഊച്ചാലി പെണ്ണിന് വേണ്ടി ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പറഞ്ഞത് കറക്റ്റ് ആളിയാ. നീ ഒരു 2 കൂടി അടിച്ചിട്ട് പാട്ട് വെച്ചേ. ഞാൻ മൂവ്മെന്റ് ഇട്ടേക്കാം. ഡാ ഇവിടെ വന്നേ. എന്താ അത്? ഫീലിംഗ് ഡാ. യെസ്. ഹേ കുത്തി കുത്താന വരമ്പേ, ലവ് ചെക്കന്മാർക്ക് ലൈഫ് മാറ്ററേ, അവൾ ആൾ ഇൻ ഓൾ ചീറ്റിംഗ് എക്സ്പെർട്ട്, നീ ചിരിച്ചെന്നാൽ ഹാഫ് ക്വാർട്ടറേ. ഹേ കുത്തി കുത്താന വരമ്പ്, ലവ് ചെക്കന്മാർക്ക് ലൈഫ് മാറ്ററേ, അവൾ ആൾ ഇൻ ഓൾ ചീറ്റിംഗ് എക്സ്പെർട്ട്, നീ ചിരിച്ചെന്നാൽ ഹാഫ് ക്വാർട്ടറേ. ഹേ ഷെറോട്ടോ പോലെ കൂടെ കൂട്ടും നിന്നെ, ടാർഗറ്റുകൾ വെച്ച് കാല് വാരും നിന്നെ. സിം കാർഡ് പോലെ മാറ്റിയിടും നിന്നെ, അവൾ സിറ്റിക്കുള്ളിൽ ട്രാഫിക് പോലെ എന്നും കാണും. എന്നെ വിട്ടു പോയാലും നെഞ്ചിനുള്ളിൽ നീയാണ്, എന്തു ചൊല്ലി എന്നാലും മറക്കാനാവില്ലേ. എന്നെ വിട്ടു പോയാലും നെഞ്ചിനുള്ളിൽ നീയാണ്, എന്തു ചൊല്ലി എന്നാലും മറക്കാനാവില്ലേ. I love you, I love you, I love you 1000 times I love you. കരയില്ലടാ, വിഷമിക്കറടാ. പറ്റുന്നില്ല അവളിയാ. ബ്രോ, ഇത്രയ്ക്ക് ഫീൽ ചെയ്യാനുള്ള വേർപ്പല്ല. ഡാ, അവള് നിന്നെ വിട്ടുപോയത് നന്നായെന്ന് വിചാരിക്കടാ. ബ്രദർ, കണ്ണ് തുടയ്ക്കൂ. ആമ്പിള്ളേർക്ക് അറിയാൻ പാടില്ല. Start the music. ഹേ ഇൻസ്റ്റയിൽ റീൽസ് അപ്ലോഡ് ചെയ്യും, ഓൺലൈനിൽ ലവോ ബ്രേക്കപ്പ് ചെയ്തിടും. ഹേ വാറണ്ടി ഇല്ല, ഗ്യാരണ്ടിയും ഇല്ല, ജീവിതത്തിൽ ലവ് വന്നാൽ എന്നും ക്രയ്യാ. പൊങ്ങി വരും ബിയർ പോലെ ലവ് എന്നും ഷോക്ക് തരും, ഉള്ളിനുള്ളിൽ ചെന്നാൽ ബോധം പോയിടും. പൊങ്ങി വരും ബിയർ പോലെ ലവ് എന്നും ഷോക്ക് തരും, ഉള്ളിനുള്ളിൽ ചെന്നാൽ ബോധം പോയിടും. അക്കുത്തിക്കുത്താന വരമ്പേ, ലവ് ചെക്കന്മാർക്ക് ലൈഫ് മാറ്ററേ, അവൾ ഓൾ ഇൻ ഓൾ ചീറ്റിംഗ് എക്സ്പെർട്ട്, നീ ചിരിച്ചെന്നാൽ ഹാഫ് ക്വാർട്ടറേ. ഹേ അക്കുത്തിക്കുത്താന വരമ്പ്, ലവ് ചെക്കന്മാർക്ക് ലൈഫ് മാറ്ററേ, അവൾ ഓൾ ഇൻ ഓൾ ചീറ്റിംഗ് എക്സ്പെർട്ട്, നീ ചിരിച്ചെന്നാൽ ഹാഫ് ക്വാർട്ടറേ. ചാൾസ്, നമ്മുടെ കല്യാണം എവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നേ? രജിസ്റ്റർ ഓഫീസിൽ. രജിസ്റ്റർ ഓഫീസിലോ? താലി കെട്ടുന്നത്, മോതിരം മാറ്റുന്നത്, ഇങ്ങനെയുള്ള റെഗുലർ പ്രാക്ടീസ് ഒന്നും എനിക്ക് വിശ്വാസമില്ല. അതുമാത്രമല്ല, നമ്മൾ ലണ്ടനിലാണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. രജിസ്റ്റർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർ യു ഹാപ്പി? യെസ്, വെരി ഹാപ്പി.
എന്താ പറയണമെന്ന് അറിയില്ല. ആ പെണ്ണിനെ ഓർത്ത് നീ വിഷമിക്കാൻ പാടില്ല. കാരണം അതിനു പോലുമുള്ള യോഗ്യത ആ പെണ്ണിനില്ല. ഇന്ന് വേണമെങ്കിൽ അവൾക്ക് കാറ്, പണം, വീടൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അവൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. ഞാൻ സത്യസന്ധതയുടെ അല്ലേ ചേർന്നേ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എടാ, അവളേക്കാൾ നല്ലൊരു പെങ്കൊച്ചിനെ നിനക്ക് കിട്ടും. നിന്റെ ലൈഫ് സന്തോഷമുള്ളതായിരിക്കും. എന്തായാലും നമ്മുടെ വീട്ടിൽ പ്രേമിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കാന്നത് നടക്കില്ല. നമ്മൾ ഓരോരുത്തരും ബർത്ത് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, വോട്ടർ ID ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നോ അതേപോലെ തന്നെ ഈ രജിസ്റ്റർ മാരേജ് സർട്ടിഫിക്കറ്റും പ്രാധാന്യമുള്ളതാ. ഇപ്പോ ഇതുകൂടെ ചേർത്ത് ഞാൻ 1000 കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ നടത്തി കൊടുത്ത 999 കല്യാണവും എല്ലാം നാശമായി. എന്തോന്ന് നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് മാത്രമല്ല, 1000 കല്യാണങ്ങൾ കഴിഞ്ഞ ശേഷം അതോടുകൂടി റിട്ടയർഡ് ആകാതെ ഞാൻ തീരുമാനിച്ചിരിക്കുക. വളരെ സന്തോഷം സാറേ. നിങ്ങൾ റിട്ടയർ ആകുന്നത് ആലോചിച്ച് തന്നെ മനസ്സിന് വളരെ വിഷമോ. അതാ ഞാൻ ശ്രദ്ധിച്ചേ. ചാൾസ്, നിങ്ങൾക്ക് ഈ സംഗീതയെ കല്യാണം കഴിക്കുന്നതിൽ സമ്മതം തന്നെയല്ലേ? സമ്മതമാണ്. സംഗീത, നിങ്ങൾക്കും ചാൾസിനെ കല്യാണം കഴിക്കുന്നതിൽ സമ്മതം തന്നെയല്ലേ? പൂർണ്ണ സമ്മതം. പിന്നെന്താ, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് മാല ഇട്ടിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്. മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതിന് ശേഷം എല്ലാവർക്കും സമയദോഷം വരുന്നത് തന്നെ. എന്തോടെ പറഞ്ഞേ? പെട്ടെന്ന് മാല ഇടാനാ പറഞ്ഞത്. ആദ്യം തന്നെയാണ് മാറ്റേണ്ടത്, എന്നാലേ ഇവിടെ രക്ഷപ്പെടൂ. നിങ്ങൾ മാല ഇട്ടോളൂ. അങ്ങോട്ട് മാല ഇട്ടേക്ക്. നല്ല ജോഡി. ഇനി മാല ഇട്ടോളൂ. നിർത്ത്. അതാരാ? നല്ല കാര്യം നടക്കുന്നിടയില് അല്ല, നിങ്ങൾ ആരാ? എന്റെ പേര് ജീവ. താനെന്താ ഈ കല്യാണം തടയാൻ നോക്കിയത്? കല്യാണ പെണ്ണിന്റെ കാമുകൻ. ശരിക്കു പറഞ്ഞ കല്യാണ പയ്യനാവേണ്ടത് ഇവനായിരുന്നു. പിന്നെ ഞങ്ങൾ 2 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഇന്ന് എന്നെക്കാട്ടിലും പണമുള്ളവനെ കണ്ട ഉടനെ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയി. എന്താ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കാ? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ ഏതവനെ വേണമെങ്കിൽ കെട്ടിക്കോ. ഹലോ ബ്രദർ, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ ലവ് മാറ്ററൊക്കെ എനിക്കറിയാം. അവൾ എൻ്റെ അടുത്ത് ഒന്നും മറിച്ചിട്ടില്ല. ലവ് ഈസ് ഡിഫറെന്റ്, ലൈഫ് ഈസ് ഡിഫറെന്റ്. യു നോ ദാറ്റ്. ആഹാ, ഈ കാലത്ത് ഇങ്ങനെ നല്ലൊരു പയ്യനോ? നല്ല മനസ്സുള്ള പയ്യനാണല്ലോ. സമ്മതിച്ചിരിക്കുന്നു. ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് വന്നേക്കുക. അവനെ പോയിട്ട് പോഴ്ത്തുന്ന സാർ. താനൊന്നും മിണ്ടായിരിക്കണോ? മോനെ, നീ ഇംഗ്ലീഷിൽ പറയടാ. ഡു യു ഹാവ് സെൻസ്? ഡു യു നോ ഹൗ ടു ആക്ട് ഇൻ പബ്ലിക്? ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. വാടാ ഈ എന്റെ മൈദാമാവേ. ഞങ്ങള് കഷ്ടപ്പെട്ട് ഒരു പെണ്ണിനെ വളച്ച് പ്രേമിച്ച് കല്യാണം വരെ കൊണ്ടൊന്ന് നിർത്തിയാ നീ പെട്ടെന്ന് ഒരു ദിവസം കാറി വന്നിട്ട് അവളെ നൈസായിട്ട് തൂക്കിക്കൊണ്ടു പോകും. ഞാൻ പൂക്കളും എത്ര അനുഗ്രഹം ചെയ്തിട്ട് നോക്കി നിക്കണമെന്നല്ലേ? ഒന്ന് നിർത്താവോ? ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നിനക്ക് ഒരു അർഹതയില്ല. ആർക്ക്? എനിക്കൊരു അർഹതയില്ലെന്നല്ലേ? എടോ, ആ കോച്ചിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? അതിനെ വിട്ടേക്കടോ. അങ്ങനെയൊക്കെ വിടാൻ കഴിയില്ല സാറേ. ഞങ്ങള് ജീവന തുല്യം ഒരുക്കി പ്രേമിച്ച അവള് പൊടാം. മനസാക്ഷിയില്ലാതെ വലിച്ചെറിഞ്ഞിട്ട് പോകും. ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാ നിൽക്കണോ? സ്ത്രീകളെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ആരാത്? മഹിളാ സംഘമാണോ? ചേച്ചിയെ മനസാക്ഷി തൊട്ടെന്ന് പറ. നിനക്ക് എന്നെ പോലെ ഒരു അനിയനുണ്ടെന്ന് വെച്ചോ. അവനെ ഇതുപോലെ ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയാ കണ്ടിട്ട് ചുമ്മാതിരിക്കും നിങ്ങള്. പെണ്ണുങ്ങളൊക്കെ വഞ്ചിക്കുന്നവരാണെന്നാണോ പറയുന്നേ? ഞാൻ എല്ലാ പെണ്ണുങ്ങളും പറ്റിക്കുമെന്ന് പറഞ്ഞില്ലേ ചേച്ചി? പക്ഷെ എല്ലാ ആണുങ്ങളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. തുറന്നു പറഞ്ഞേക്കാം, നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിന്നെ സ്നേഹിച്ച കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്ക് എന്നോട് വെറുപ്പ് തോന്നും. സ്നേഹിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കാനാ. നീ വാങ്ങുന്ന 10,000 രൂപ ശമ്പളത്തില് ഒറ്റമുറി വാടക വീട്ടില് ഓണത്തിനൊരു സാരിയും വിഷുവിനൊരു ചുരിദാറും വാങ്ങിച്ചു തരും. അതും വെച്ച് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയുന്നേ സത്യമായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അതെന്താ? ഇതൊക്കെ നിനക്ക് പ്രേമിക്കുമ്പോ അറിയില്ലായിരുന്നോ? ഐ ലവ് യു 1000 ടൈംസ് ഐ ലവ് യു എന്നും പറഞ്ഞു പറ്റിച്ചില്ലടി. ഞാൻ പറ്റിച്ചെന്നോ? എന്നെ കാണാൻ വരുമ്പോ ഒരു ബൈക്കും കൊണ്ട് വന്നില്ലേ? അത് ആരുടെ ബൈക്കാ? നിന്റെയാണോ? നിന്റെ ഫ്രണ്ടിൻ്റെത്. പിന്നെ നല്ല കളറായിട്ട് ഷർട്ടും പാന്റും ഒക്കെ ഇട്ടോണ്ട് വരുമല്ലോ, അതൊക്കെ ആരുടെ ആയിരുന്നു? നിന്റെതായിരുന്നോ? നിന്റെ ഫ്രണ്ടിൻ്റെത്. നീ ഉപയോഗിക്കുന്ന പെർഫ്യൂം, പിന്നെ നീ ഇട്ടിരിക്കുന്ന ചെരുപ്പ് പോലും നിന്റെ ഫ്രണ്ടിൻ്റെതായിരിക്കും. ഒരു പെണ്ണിനെ കണ്ടാ മതിയല്ലോ, എങ്ങനെങ്കിലും വളച്ച് സെറ്റാക്കണം. നായകനെ പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളും സ്നേഹിക്കാൻ നിൽക്കുമ്പോ പിന്നെയല്ലേ മനസ്സിലാവുന്നത് നിങ്ങൾ ഹീറോ അല്ല, വലിയ സീറോ ആണെന്ന്. സ്നേഹിക്കുന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യം തിയേറ്ററിലും ബീച്ചിലും ഒക്കെ കൊണ്ടുപോയിട്ട് 1000-2000 രൂപ ചെലവാക്കും. ഇത് മാസം മുഴുവനും ചെലവാക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഞാൻ സെറ്റിലാവില്ലെന്ന് നീ തീരുമാനിച്ചല്ലേ? സെറ്റിലാകും. ഏതെങ്കിലും ഒരു കാട്ടുമുക്കിൽ 2 സെന്റ് സ്ഥലവും വാങ്ങി
അലഞ്ഞ് തിരിഞ്ഞ് ലോൺ എടുത്ത് വീട് വാങ്ങി ആ ലോൺ അടച്ചു തീർക്കുമ്പോഴേക്കും എനിക്ക് 60 വയസ്സാവും. ആ വീട്ടിലെ കൊച്ചുമക്കളെയൊക്കെ താലോലിച്ച് നിനക്ക് വലിയ സന്തോഷമായിരിക്കും, പക്ഷെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നിരിക്കില്ല. ഏതായാലും വന്നു സാക്ഷിയായിട്ട് ഒപ്പിട്ടിട്ട് വൈകുന്നേരം താജ് ഹോട്ടലിൽ റിസപ്ഷൻ ഉണ്ട്, വന്ന് നല്ലോണം കഴിച്ചിട്ട് പോയിക്കോ. ഏയ്, നീ നിന്റെ ലൈഫിൽ താജ് ഹോട്ടൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പ്രേമിക്കുമ്പോ അവളെ താജ്മഹൽ തോന്നിട്ട് ഇപ്പൊ വേറൊരുത്തിനും കൂടെ റിസപ്ഷന് താജ് ഹോട്ടലിൽ ക്ഷണിക്കുന്നു. നിനക്കൊന്നും മനസാക്ഷിയില്ലേടി? നീയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഏയ്, ഞാനും വന്ന പുതിർ നോയിക്കൊണ്ടിരിക്കുക. കുറെ കൂടുതലുണ്ടല്ലോ നിനക്ക്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? എന്ത് ചെയ്യണമെന്നോ? ചെയ്യണം. ഇതുവരെ ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയതൊക്കെ സെറ്റിൽമെന്റ് ചെയ്യണം. എന്താടോ ഇത്? നിങ്ങൾ പ്രേമിക്കുകയായിരുന്നോ അതോ ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യായിരുന്നോ? സെറ്റിൽമെന്റിനെ കുറിച്ചൊക്കെ പറയുന്നു. വോട്ട് ചെയ്ത് വഞ്ചിക്കപ്പെട്ടവരെ, ചീട്ട് കെട്ടി വഞ്ചിക്കപ്പെട്ടവരെ കാട്ടിലും പ്രേമത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ് സാർ അധികം. ഇപ്പൊ താൻ എന്താ പറഞ്ഞു വരുന്നേ? ബസ്സിൽ പോയ എന്നെ ഞോണ്ടുപോണെന്ന് പറഞ്ഞു ഒരു സ്കൂട്ടർ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. എന്റെ ഫ്രണ്ടിന്റെ ചെയിൻ പണയം വെച്ചിട്ട് 50,000 രൂപയ്ക്ക് സ്കൂട്ടർ മേടിച്ചു കൊടുത്തു. പെട്ടെന്നൊരു ദിവസം ഫോൺ വിളിച്ചിട്ട് എനിക്ക് വോഡഫോണിലെ പട്ടിക്കുട്ടി തന്നെ വേണമെന്ന് പറഞ്ഞു 30,000 രൂപയ്ക്ക് തെരുവായിട്ട് പട്ടിയെ പോലെ അല്ല ഞാൻ പട്ടിക്കുട്ടിയെ മേടിച്ചു കൊടുത്തു. ഡ്രസ്സ്, ഫോണ്, ലാപ്ടോപ്പ്, കോളേജ് ഫീസ്, അത് ഇതെന്ന് അവള് ചോദിച്ചത് എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിൽ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വരുന്നത്, പക്ഷെ ഇവളോ എനിക്ക് പിസ്സ ബർഗർ തന്നെ വേണമെന്ന് പറയും. ഇതുവരെ ഞാൻ എന്റെ അമ്മയെ ഒരു ഹോസ്പിറ്റലിലോട്ട് പോലും കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. പക്ഷെ ഇവിടെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ ബൈക്ക് പെട്രോൾ ഒഴിച്ചതിന്റെ കണക്കുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് തല പെരുക്കുവാ സാറേ. പ്രേമിച്ച് ഈ 2 വർഷത്തില് ഇതുവരെ ഒരു തവണ പോലും എന്നെ ഫോൺ വിളിച്ചിട്ടില്ല. മിസ്ഡ് കോളേ തരത്തുള്ളൂ. ഞാനും പേടിച്ചു പോയി. എന്താ ഏതാന്ന് തിരിച്ചു വിളിച്ചാ, ഹേയ് ജീവ, ഒരു 500 റുപ്പീസിന് റീചാർജ് ചെയ്യാൻ പറ്റുമോടാന്ന് ചോദിക്കും. ഞാൻ എന്താ അമ്പാനിയുടെ മോനാണോ സാറേ? അവിടെ 50 ഇവിടെ 100 എന്നും പറഞ്ഞ് കടം ചോദിച്ച് റീചാർജ് ചെയ്തതിനുള്ളിൽ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ വെച്ച് 2 മെഗാ സീരിയൽ എടുക്കാം. ശരി, റീചാർജ് ചെയ്തല്ലോ എന്റെ കൂടെ ആയിരിക്കും സംസാരിക്കുന്നെന്ന് വിചാരിച്ചാ വേറെ എവന്റെ കൂടെയോ സംസാരിക്കും. ചോദിച്ചാ കസിൻ എന്ന് പറയും. ഇതുവരെ ഞാൻ അവളെ എന്റെ ലവറായിട്ടല്ല കണ്ടിരിക്കുന്നത്, ഭാര്യയായിട്ട് കണ്ടേ. എനിക്കും അവൾക്ക് ഒരു ബന്ധമില്ലെന്ന് അറിഞ്ഞതിന് ശേഷം അപ്പൊ തൊട്ട് ഞാൻ ചിലവാക്കി ഒന്നും അവളുടെ അടുത്ത് കാണാൻ പാടില്ല. ഇതുവരെ 4,56,750 രൂപ ചിലവാക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റിലാക്കിയിട്ട് വേറെ ആരെ വേണം കെട്ടിക്കോളാൻ പറഞ്ഞേക്കും. കക്ഷി ഡെയിലി എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സ്നേഹിക്കുമ്പോ ചെയ്ത ചെലവ് കാശൊക്കെ തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ നീ എന്നെ ശരിക്കും സ്നേഹിച്ചില്ലല്ലേ? ഞാൻ നിന്നെ പ്രേമിച്ചോ ഇല്ലയോന്ന് എനിക്കും ആ ഈശ്വരനും അറിയാം. ഇപ്പോഴും എനിക്കിതൊക്കെ വിട്ടിട്ട് പോകാനറിയാം. പക്ഷെ എന്നെ പോലെ ഈ നാട്ടിൽ സിൻസിയറായിട്ട് പ്രേമിക്കുന്നവരെ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് സെറ്റിൽമെന്റ് ചോദിക്കുന്നത്. പ്രേമിക്കുന്നതിന്റെ പേരിൽ ആണുങ്ങളുടെ പർസും സമയവും കാലിയാക്കുന്ന നിന്നെ പോലത്തെ പെണ്ണുങ്ങൾക്ക് ഇത്തിരി പാഠമായിരിക്കട്ടെ. അയാളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, താരെന്തെങ്കിലും പറയേ. സാർ, ഇവിടെ എന്താ ചാനൽ ഡിബേറ്റ് ആണോ നടക്കുന്നത്? ഓരോരുത്തരോട് അഭിപ്രായം ചോദിക്കുന്നു. സെറ്റിൽമെന്റ് ചെയ്യാൻ പറ സാറേ. അത് പാർട്ട് ടൈം ജോബാ, സെറ്റിൽമെന്റ് ചെയ്യേ. ചാൾസ്, അത് സെറ്റിൽ ചെയ്തേക്കൂ. ഓക്കെ. ചെക്കോ? ഈ കാലത്ത് പ്രേമം പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെക്ക് എങ്ങനെ വിശ്വസിക്കാനാ? ക്യാഷ് ആയിട്ട് തരാൻ പറ സാറേ. അതെ 50 രൂപ അക്കൗണ്ട് വെച്ചിട്ട് 60 ചെക്ക് ബുക്കും കൊണ്ട് നടന്നോളും. അതെ, കാശായിട്ട് കൊടുത്താൽ മതി. ഡാഡ് കൊടുത്തേക്ക്. നല്ലോണം എണ്ണി നോക്കിയോ. പിന്നെ 50 100 കുറച്ചെന്നും പറഞ്ഞേ അടുത്ത കല്യാണം വന്ന് തടയാൻ നിൽക്കണ്ട. എടാ മോനെ, നീ ഇവൾക്ക് വേണ്ടി ചെലവാക്കുന്നതിന്റെ കണക്ക് എഴുതി വെച്ചോ. നിന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുത്തനെ കിട്ടിയ ഇവള് കാല് മാറും. ഗുഡ് ബൈ. ഒന്ന് മാറി നിന്നേ, ആണിഞ്ഞൊരുങ്ങി വന്നോളൂ. എന്തായാലും ആ പ്രശ്നം കഴിഞ്ഞല്ലോ. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പേ ആ മാല എങ്ങിട്ടോളൂ. നിർത്തിക്കോ. ഒരു മിനിറ്റ്. താനാരാടൂ? എന്റെ പേര് അഴകേഷ്. കണ്ടിട്ട് തോന്നുന്നില്ല. പ്രസവ അങ്ങനെ തന്നെ ആയിരിക്കും. ശരി, വന്ന കാര്യം പറയേ. ഈ പെണ്ണ് കാരണം ബാധിക്കപ്പെട്ടവരല്ലേ, ഞാനും ഒരാളാ. എത്ര പേരാടൂ? അവരുടെ അടുത്ത് ചോദിക്കേ. ശരി, അതെന്തെങ്കിലും ആവട്ടെ. താൻ വന്ന കാര്യം പറയേ. കോളേജ് ഫീസായിട്ട് 25,000 പേ ചെയ്തത്. പിന്നെ പിസ്സ ബർഗർ പാഴ്സൽ ചെയ്തതിന് 1,300 റുപ്പീസാ പേ ചെയ്തത്. ടോട്ടലാ 26,300 റുപ്പീസ് തിരിച്ചു തരാൻ പറഞ്ഞേക്ക്. ചാൾസ്, സെറ്റിൽ ചെയ്തേക്ക്. കൊടുത്തു വിടറോ. എല്ലാത്തിനും റെഡി ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. കുറെ കാശ് കയ്യിലിട്ടല്ലോ. ഒരുപാടുണ്ടെന്നേ. ഞാനിതൊന്നും വാങ്ങിക്കാനിരുന്നതല്ല. അറിയാം. ഇനി ആരെങ്കിലും പറ്റിക്കാൻ പാടില്ല. രാവിലെ വലിയ തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ഒന്ന് ഇറങ്ങി പോടൂ. കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. അയ്യോ, ഗ്രേറ്റ് എസ്കേപ്പ്. വേറെ ആരെങ്കിലും വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ മാല അങ്ങോട്ട് കൊണ്ടിട്ടേക്ക്. നിർത്ത്. ആദ്യം എന്റെ സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ട് മാല ഇട്ടാ മതി. സാറ് നിങ്ങളും ഒന്ന് പോടൂ. ഓഫീസിൽ അടയ്ക്കേണ്ട കാശിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞേ. അത് നേരത്തെ തന്നെ വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടെന്നേ. വാങ്ങിയായിരുന്നോ? എനിക്ക് മാല ഇട്ടോളൂ. ധൈര്യമായിട്ട് ഇട്ടോ.
നോക്കണു, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഓഫീസിൽ വന്നാൽ എക്സ്ലവറിന്റെ അടുത്ത് നിന്ന് സെറ്റിൽമെന്റ് ആയെന്ന് പറഞ്ഞ് NOC വാങ്ങിച്ചാൽ മാത്രമേ നമ്മൾ അതിന് അനുവദിക്കാവൂ. ശരി സാർ. ഓഫീസ് ടൈം വേസ്റ്റ് ആവുമല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ശരി, നന്നായി വരും. ഐ ലവ് യു. ഐ ടു ലവ് യു. എവിടെ ഒപ്പിച്ചേ? എന്റെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി. അടിപൊളി. ഈവനിങ് ഒരു പടത്തിനൊക്കെ പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ള പിസ്സ കഴിച്ചാലോ? പടത്തിന് പോകാം, പിസ്സ കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ മൊത്തം ചെലവ് പകുതി ആക്കണം. എന്താണ് നീ പറയുന്നേ? നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ? അതൊന്നും കാര്യമില്ല. ഇപ്പോഴെല്ലാം നന്നായിട്ട് ചെലവ് ചെയ്യും. നാളെ നമ്മുടെ ലവ് ബ്രേക്കപ്പ് ആയെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ വന്ന് നിന്നിട്ട് ഞാൻ അതിനൊക്കെ ചെലവാക്കി ഇതിനൊക്കെ ചെലവാക്കി എന്ന് പറഞ്ഞിട്ട് ലവ് സെറ്റിൽമെന്റ് പറയാനാണോ? എന്നെ വിട്ടേക്ക് ചേട്ടാ. ആ സിനിമ ഞാനും കണ്ടതാ. നീ വേറെ ആരെങ്കിലും നോക്ക്. കുഴപ്പമില്ലല്ലോ, നമ്മുടെ പടം വർക്കൗട്ട് ആയല്ലോ. This song is for Mallu boys. വന്നെന്ന് പറ, തിരിച്ചു വന്നെന്ന് പറ. ഹലോ, അത് കുറച്ച് തിരിഞ്ഞെന്ന് പറ. ക്യാമറ എവിടെയായിരിക്കുന്നേ? അടിപൊളി. സ്റ്റാർട്ട് മ്യൂസിക്. ആരംഭമോ അട്ടഹാസം, ഞങ്ങൾ എന്നും ഇതിഹാസം. ആരംഭമോ അട്ടഹാസം, മച്ച ഞങ്ങൾ എന്നും ഇതിഹാസം. കൊച്ചിയാണ് ഞങ്ങളുടെ കോട്ട, ആര് പറഞ്ഞാലും മാറ്റില്ല റൂട്ട്. വന്നവരെ കാത്തിടുന്ന കൊച്ചി, മേലെ കൈവച്ചാൽ നുറുക്കിടും നിന്നെ. അങ്ങുമിങ്ങും ചെന്ന് ഫിലിം കാട്ടിടും, മെഗാസ്റ്റാർ പോലെ ഞങ്ങൾ സ്റ്റൈല് കാട്ടിടും. ലവ് സോങ് പാടി ഞങ്ങൾ ലൈൻ സെറ്റാക്കും, ബെസ്റ്റി കൂടെ കണ്ടാൽ അവളെ കാലിയാക്കിടും. father had a donkey. Inky pinky, father had a donkey. തൊട്ടാലോ ഷോക്കടിക്കുമടാ, ഞങ്ങൾ വന്നാലോ തീ പറക്കുമടാ. ചൊറിയാൻ വന്നാലോ അവന് ഡണ്ടണക്കടാ. റോള് വിട്ടാൽ ഉയരെടുക്കും, ദോസ്തായി വന്നാലോ ഉയിർ കൊടുക്കും. പ്രേമത്തെ എപ്പോഴും ചേർത്ത് നിർത്തും, കള്ളം പറഞ്ഞാലോ പല്ല് പോയിടും. ആരംഭമോ അട്ടഹാസം, ഞങ്ങൾ എന്നും ഇതിഹാസം. ആരംഭമോ അട്ടഹാസം, മച്ച ഞങ്ങൾ എന്നും ഇതിഹാസം. ആരംഭമേ അട്ടഹാസം.